Good morning, everyone. Welcome to Era 24/7 Malayalam channel. This is Hindu Sebastian, and welcome to the Hindu Editorial session of 4th Jan 2022. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയലിൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഏതൊക്കെയാണ്, അതുപോലെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് നോക്കി പോകാം. അപ്പോൾ വെൽക്കം എവ്രിവൺ. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ചെയ്യുന്നത് പോലെ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഏതൊക്കെ ആർട്ടിക്കിൾസ് ഒന്ന് പറഞ്ഞുവിടും. അതിനുശേഷം നമ്മൾ നേരെ നമ്മുടെ ഫ്രേസസ് ഇഡിയംസിലോട്ട് പോകും. ഓർ വൺ വേർഡ്സ് വന്നാൽ അതിലോട്ട് നോക്കും. എന്നിട്ട് നമ്മൾ സിനണിംസ്, ആൻറ്റണിംസ്, റിലേറ്റഡ് വേർഡ്സ് നോക്കുന്നു. എന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇന്നത്തെ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ ഡിസ്കസ് ചെയ്യുന്നു. ദെൻ ഗോയിങ് ടു യെസ്റ്റർഡേസ് ഹോംവർക്ക്, സ്പോട്ട് ദ ക്വസ്റ്റൻ ഹോംവർക്ക് നോക്കുന്നു. ഇന്നത്തെ ഹോംവർക്ക് തരുന്നു. സോ അതാണ് നമ്മുടെ സെഷൻ. അപ്പോൾ നമ്മുടെ സെഷൻ അറിയില്ലാത്തവർക്ക് വേണ്ടി പറയാം, ഡെയിലി മൺഡേ ടു ഫ്രൈഡേ 9 AM to 10 AM ആണ് നമ്മുടെ ക്ലാസ് പോകുന്നത്, എഡിറ്റോറിയൽ സെഷൻ ഡിസ്കഷൻ. അതുപോലെ തന്നെ അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ റീഡിങ് കോംപ്രഹെൻഷൻ സ്കിൽസ്, നിങ്ങളുടെ റീഡിങ് സ്കിൽസ്, കോംപ്രഹെൻഷൻ സ്കിൽസ് മനസ്സിലാക്കാനുള്ള കഴിവ്, വായിച്ച് കണ്ടിന്യൂസ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാകും. അതുപോലെ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നിങ്ങളുടെ വൊക്കാബ് എൻട്രി ചെയ്യും, നിങ്ങൾ പോലും അറിയാതെ വൊക്കാബ്സ് എൻട്രി ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ ഗ്രാമർ സ്ട്രക്ചേഴ്സ് കറക്റ്റായിട്ട് എഫക്റ്റീവ് യൂസ് ചെയ്യാൻ നിങ്ങൾ പഠിക്കും. ആൻഡ് യുവർ റൈറ്റിംഗ് സ്കിൽസ്, നമുക്കറിയാം നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് നമ്മുടെ ഇടയിലുണ്ട്. നമ്മൾ റൈറ്റിംഗ് വലിയ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് റൈറ്റിംഗ് സ്കിൽസിനും നിങ്ങൾക്ക് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. ഓക്കെ, ക്ലാസ് ആണിത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. താമസിപ്പിക്കുന്നില്ല, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഗുഡ് മോർണിംഗ്. യെസ്, റൈസ് ആൻഡ് ഷൈൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ കോഴ്സുകൾക്കും. അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസ്, ബുക്സ് എല്ലാത്തിനും. അപ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസിന് വേണ്ടി ടെസ്റ്റ് സീരീസോ അല്ലെങ്കിൽ ബുക്സോ ബുക്സോ അല്ലെങ്കിൽ നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട്, ആരെങ്കിലും ഇതുവരെ ജോയിൻ ചെയ്തിട്ടില്ല, അറിഞ്ഞില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാൻ. ഇനിയും നമ്മൾ ഇന്നലെ നമ്മുടെ ഹൈക്കോർട്ട് ടെസ്റ്റിൻ്റെ 50 days പ്രിപ്പറേഷൻ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. എൻ്റെ കോഡ് ഇതാണ് Y314, Y314 എന്ന കോഡ് അടിച്ച് നിങ്ങൾക്ക് ada247.com എന്ന വെബ്സൈറ്റിലൂടെയോ അല്ലെങ്കിൽ ada247 എന്ന ആപ്പ് വഴിയോ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് അവർ കോഴ്സ്. ഇതാണ് നമ്മുടെ കോഴ്സുകളുടെ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. നമ്മുടെ മിഷൻ HCA 50 days ബാച്ച് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തു. 3 ക്ലാസ്സാണ് ഡെയിലി പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു 5 മണിക്കൂറോളം നിങ്ങളുടെ കൂടെ നമ്മളുണ്ടാവും. അതുപോലെ RRCയുടെ ഗ്രൂപ്പ് D ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 50 day ക്രാഷ് ബാച്ച് ആണ്. ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, RRC റെയിൽവേയുടെ ആണ്, വളരെ നല്ലൊരു ക്ലാസ് ജോബാണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ KS പ്രിലിംസിൻ്റെ ക്ലാസ്സുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് നമ്മുടെ 10th പ്രിലിംസിൻ്റെ ക്ലാസ്, നിങ്ങൾക്കറിയാം VFA, ബിവറേജ് LD, ഡിപ്പോ വാച്ച്, അങ്ങനെ നിങ്ങൾ ഒരുപാട് ക്ലാസ്സുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. ജോബുകൾക്ക് വേണ്ടി, ടൈറ്റിൽസിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ടല്ലോ. ആ ജോബ്സിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു സിംഗിൾ കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 10ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. January 10 സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഓക്കെ, യെസ്, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ കോട്ടിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. ഡോണ്ട് ലിമിറ്റ് യുവർ ചാലഞ്ചസ്, ചാലഞ്ച് യുവർ ലിമിറ്റ്സ്. അപ്പോൾ നിങ്ങൾക്ക് വരുന്ന ഹേർഡിൽസ്, ഒബ്സ്റ്റക്കിൾസിനെയൊക്കെ അതിനെ ലിമിറ്റ് ചെയ്യേണ്ട, അതിനെ ലിമിറ്റ് ചെയ്തുകൊണ്ടിരിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ചാലഞ്ച് യുവർ ലിമിറ്റ്സ്, നമ്മുടെ ലിമിറ്റ്സ്, നമ്മുടെ പരിമിതി, നമ്മുടെ ബൗണ്ടേഴ്സ്, നമ്മുടെ ബൗണ്ടറീസിനെ ചാലഞ്ച് ചെയ്യാം. ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന ബൗണ്ടറീസൊക്കെ ചെറുതായിരിക്കും, മറ്റുള്ളവരൊക്കെ അത് ആ കടമ്പയെല്ലാം കടന്നു പോയവരായിരിക്കാം. അപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ലിമിറ്റൊക്കെ നമ്മൾ ഇതുവരെ എനിക്ക് പറ്റത്തുള്ളൂ എന്ന് വിചാരിക്കും, നമ്മളെ തന്നെ ലിമിറ്റ് ചെയ്യും. സോ ഡോണ്ട് ഡു ദാറ്റ്. ചലഞ്ച് യുവർ ലിമിറ്റ്സിനെ ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പോൾ അതായിരിക്കട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു മോട്ടോ. സോ വിത്ത് ദാറ്റ് ലെറ്റ് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ. താമസിപ്പിക്കുന്നില്ല, നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ എഡിറ്റോറിയൽ സെഷനാണ് വന്നിരിക്കുന്നത്. 2 ആർട്ടിക്കിളിൽ ഒന്ന് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. January 3 മുതൽ നമ്മുടെ അഡലസൻസിന് വേണ്ടി കുട്ടികൾക്ക് 15 വയസ്സ് മുതൽ 17 വയസ്സ് 18-നുള്ളിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഡോസേജ് കിട്ടും. ആൻഡ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വാക്സിനും വിതരണം ചെയ്യുമെന്നുള്ള പറഞ്ഞു. അപ്പം ഇന്നലെ അതിൻ്റെ കാര്യം നടന്നു. അതിനെപ്പറ്റി ഒരു ആർട്ടിക്കിളുണ്ട്. അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ആർട്ടിക്കിളുകളുണ്ട്. ആൻഡ് അത് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് നമ്മളതിന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുകയാണ്. നിങ്ങൾക്കത് വായിച്ചു നോക്കാം. ഇറ്റ്സ് എ വെരി സിമ്പിൾ റീഡ്, വളരെ സിമ്പിളായിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ സമയം കിട്ടുവാണെങ്കിൽ ഒന്ന് വായിച്ചു നോക്കുക. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും, ന്യൂ ഇയർ ഡേൻ്റെ അന്ന് ഉണ്ടായ ഒരു ഫയർ വർക്ക് ബ്ലാസ്റ്റ് നിങ്ങൾ അറിഞ്ഞു കാണുമായിരിക്കും അല്ലേ. ഒരു സ്ഫോടനത്തെ പറ്റി നിങ്ങൾ അറിഞ്ഞു കാണും തമിഴ്നാടുവിൽ. അപ്പോൾ അതിനെ പറ്റിയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൻ്റെ സെക്യൂരിറ്റി, സേഫ്റ്റി എന്നെ പറ്റിയൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, നിയമവശങ്ങളെ പറ്റിയൊക്കെ നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് വാട്ട് യു ആർ ഗോയിങ് ടു ഡു ടുഡേ. അപ്പോൾ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. അപ്പോൾ ആദ്യത്തെ ഇഡിയം ഇതാണ്, അറ്റ് ഓൾ കോസ്റ്റ്. എന്ത് കാരണവശാലും കേട്ടിട്ടുണ്ടായിരിക്കും അറ്റ് ഓൾ കോസ്റ്റ് എന്നുള്ളത്. സോ അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റിഗാർഡ്ലെസ് ഓഫ് എക്സ്പെൻസ് ആൻഡ് എഫേർട്ട് ഇൻവോൾവ്. എത്ര പൈസ ആയാലും കുഴപ്പമില്ല, എത്ര കഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇതിനെ നമ്മൾ പറയാം.
ഓക്കെ, ബൈ എനി മീൻസ്, എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഏതറ്റം വരെ പോയാലും കുഴപ്പമില്ല എന്ന് നമ്മൾ പറയുന്ന യൂസേജ് ഇല്ല, ബൈ എനി മീൻസ്. അതിനെയാണ് അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറയാം, റിഗാർഡ്ലെസ് ഓഫ് എക്സ്പെൻസ് ആൻഡ് എഫേർട്ട് ഇൻവോൾവ്ഡ്. ഓക്കെ, അടുത്ത വാക്ക് നോക്കുക, ലീസ് ഔട്ട്. ലീസ് ഔട്ട് ചെയ്യുക, നമ്മൾ ലീസിന് കൊടുക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ. ലീസ് ഔട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒരു എഗ്രിമെന്റ് ഒക്കെ വെച്ചിട്ട് നമ്മളൊരു പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യണം, ആർക്കെങ്കിലും ഒരാൾക്ക് ട്രാൻസ്ഫർ ദ പ്രോപ്പർട്ടി ടു സംബഡി. അത് മേ ബി ഇറ്റ്സ് പീസ് ഓഫ് ലാൻഡ്, maybe it's a building, house, or it can be a vehicle. എന്തും ആകാം, എന്ത് പ്രോപ്പർട്ടി ആണോ, ഓണറിന്റെ പ്രോപ്പർട്ടി ഒരാൾക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാണ് ബൈ ആൻ എഗ്രിമെന്റ്, അതിനെയാണ് ലീസ് ഔട്ട് എന്ന് പറയാം. ഓക്കെ, ഗുഡ് മോർണിംഗ് എവ്രി വൺ. Agna, I'm so honored. Thank you so much. ഓക്കെ, അപ്പോൾ ഉഷാറായിട്ട് നടക്കട്ടെ കാര്യങ്ങളൊക്കെ അല്ലേ? നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. ഓൾ റൈറ്റ്, അപ്പോൾ റിസ്യൂമിങ്, നെക്സ്റ്റ് വൺ നോക്കുക, പാരഡൈം ഷിഫ്റ്റ്. പാരഡൈം ഷിഫ്റ്റ് എന്നൊരു യൂസേജ് ആണ് കേട്ടോ. ഇതൊരു നൗൺ ഫോർമുലേഷൻ തന്നെയാണ് പാരഡൈം ഷിഫ്റ്റ് എന്ന്. ഇപ്പോൾ പാരഡൈം എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയായിരുന്നു. പാരഡൈം എന്ന് പറഞ്ഞാൽ മോഡൽ എന്നൊക്കെയാണ് പറയാം. ഈ ഒരു രീതിയിലുള്ള പാരഡൈം, ഇറ്റ്സ് എ മോഡൽ എന്നുള്ള, പാറ്റേൺ മോഡൽ എന്നൊക്കെ പറയുന്ന സാധനമാണ് പാരഡൈം. പക്ഷേ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു യൂസേജ് തന്നെ ഉണ്ട് ഇംഗ്ലീഷിൽ. ദാറ്റ് മീൻസ് ഫണ്ടമെന്റൽ ചേഞ്ച് ഇൻ അപ്രോച്ച്. ഒരു നമ്മുടെ രീതിക്ക്, നമ്മൾ ചെയ്യുന്ന രീതിക്ക് എന്താണ് ഒരു ഫണ്ടമെന്റൽ ചേഞ്ച്, ഒരു ആധികാരികമായ മൊത്തത്തിലുള്ളൊരു മാറ്റം വരികയാണെങ്കിൽ യു ക്യാൻ സേ ദാറ്റ് ഇസ് എ പാരഡൈം ഷിഫ്റ്റ്. വലിയ എന്തൊരു മാറ്റമാണ്, മനസ്സിലായോ? അതിനെയാണ് നമ്മൾ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയാം. ഓർത്ത് വെച്ചോളെ, പാരഡൈം എന്ന വാക്കിൻ്റെ അർത്ഥം പാറ്റേൺ, മോഡൽ എന്നൊക്കെ ഉള്ളൂ. പക്ഷേ പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് അങ്ങ് മാറി കേട്ടോ. അതായത് ഒരു ഫണ്ടമെന്റൽ ചേഞ്ച്, ഒരു മൊത്തത്തിലുള്ള ഒരു അടിസ്ഥാനപരമായ ഒരു ചേഞ്ച് ഇൻ അപ്രോച്ച്, രീതിക്കുള്ളൊരു മാറ്റം, വ്യത്യാസത്തിന് നമ്മൾ പറയും പാരഡൈം ഷിഫ്റ്റ്. ഓക്കെ, ഒന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെച്ചാൽ മതി. യെസ്, അതുപോലെ തന്നെ അടുത്ത വാക്ക് ഗ്ലോസ് ഓവർ. അപ്പോൾ ഗ്ലോസ് ഓവർ എന്ന വാക്കിൻ്റെ അർത്ഥം ഇഗ്നോർ ഓർ അവോയ്ഡ് അൺപ്ലസന്റ് ഫാക്ട്സ്. നമ്മളിപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ നമ്മളിന്ന് തമിഴ്നാടിൻ്റെ ഫയർ വർക്ക് ബ്ലാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പറയാം ചില കാര്യങ്ങൾ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ടല്ലേ. എന്തെങ്കിലും ഒരു അൺപ്ലസന്റ് കാര്യം നടക്കുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ചില കാര്യങ്ങൾ നമുക്കറിയാം ഇറ്റ്സ് എൻ ഇമ്പോർട്ടൻറ്റ് വൺ, ബട്ട് വി ഇഗ്നോർ ദാറ്റ്. ഈ അവോയ്ഡ് ഓർ ഇഗ്നോർ അൺപ്ലസന്റ് ഫാക്ട്. അപ്പോൾ അൺപ്ലസന്റ് ആയ കാര്യം നമുക്ക് വലിയ താല്പര്യമില്ല കേൾക്കാനായിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും സംതിങ് ബാഡ് ഹാപ്പൻഡ് എങ്കിൽ വി ഇഗ്നോർ ദാറ്റ് ഓർ അവോയ്ഡ് ദാറ്റ്. അതിനെയാണ് ഗ്ലോസ് ഓവർ എന്ന് പറയാം. ഗ്ലോസ് ഓവർ മീൻസ് ഇഗ്നോർ ഓർ അവോയ്ഡ് അൺപ്ലസന്റ് ഫാക്ട്സ്. ഓക്കെ, ഓർത്ത് വെക്കുക. അതിൻ്റെ അടുത്തത് ഇന്നലെ നമ്മൾ പറഞ്ഞ റോൾ ഔട്ട് ഓർമ്മയില്ലേ? ആ റോൾ ഔട്ട്. അപ്പോൾ ഇന്ന് ഈ റോൾ ഔട്ട് വന്നിരിക്കുന്നത് വാക്സിനെ പറ്റിയാണ്. സോ റോൾ ഔട്ട് എന്ന് പറഞ്ഞാൽ റോൾ ഔട്ട് ഓഫ് വാക്സിൻ ഓർ എന്നൊക്കെ പറഞ്ഞാൽ വാക്സിനേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഐ മീൻ ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മളിത് വീണ്ടും ഡിസ്കസ് ചെയ്യുന്നു എന്ന് കൂട്ടാം. റോൾ ഔട്ട് എന്ന വാക്ക് നമ്മൾ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ള വാക്കാണ്. റോൾ ഔട്ട് മീൻസ് ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പുതിയൊരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സർവീസ് ആയിക്കോട്ടെ, അത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നെങ്കിൽ അതിനെ പറയാം റോൾ ഔട്ട് എന്ന്. ഓക്കെ, യാ, ഓൾ റൈറ്റ്. ഓ യാ, ഓക്കെ. അറ്റ് ഓൾ കോസ്റ്റ് ആൻഡ് അറ്റ് എനി കോസ്റ്റ് സെയിമാ ഗോകുൽ. അതെ, കോസ്റ്റ് എന്ന് പ്ലൂറലിലും പറയാം സിംഗുലറിലും പറയാം കോസ്റ്റ് എന്നുള്ളത്. പക്ഷെ അല്ല, നമ്മൾ കോസ്റ്റ് എന്ന് പറയില്ലേ, അത് അൺകൗണ്ടബിൾ നൗൺ ആണ്. കോസ്റ്റ് എത്ര രൂപയെ ചെലവ് എന്ന് പറയില്ലേ, കോസ്റ്റ് ഇസ് ആൻ അൺകൗണ്ടബിൾ നൗൺ. പക്ഷേ ഈ കോസ്റ്റ് എന്ന് ഉപയോഗിക്കുന്നത് അതിൻ്റെ യൂസേജ് ആണ് കേട്ടോ. ഈ പറയുന്ന ഫ്രേസിൽ മാത്രം, ഇഡിയംസിൽ മാത്രമേ ഈ കോസ്റ്റ് നമ്മൾ പറയുള്ളൂ. മനസ്സിലായോ? കോസ്റ്റ് എന്ന് പറയില്ലേ, കോസ്റ്റ് ഓഫ് എ പ്രൊഡക്റ്റ് നമ്മൾ പറയില്ല. പൈസ എത്ര ചിലവായി എന്നൊക്കെ പറയില്ല, അത് പറയില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ് എനി കോസ്റ്റും സെയിം മീനിങ് ആണ് ഗോകുൽ. യാ, at all costs the government is going to give compensation to the victims who have lost their shelters due to heavy rain that followed aftermath. All right. Okay, the Pinarayi-led government allo udeshe Pinarayi-led government is all set to make headway of K-Rail project at all costs and despite the oppositions and protests. Okay, we must strive to pursue our goal at all costs. Good. Gina, good morning. A paradigm shift is noticed in KPSC exams. Yes, it is. I will crack a government job at all costs. Very good. Government rolled out COVID-19 vaccine for children. Yes. RTE Act 2019 brought a paradigm shift in education system of the country. Yes. He decided to crack exam at all costs. Great. At all costs, I will crack the exam. Okay. There was a paradigm shift in the lives of people after the pandemic. Yes. The department leased out the land for a particular manufacturing purpose. Great. Shall we lease out this property to Pooja Builders? Oh, great. That's it. A paradigm shift in studies is inevitable to get a job. Okay. The government of India must have declared an emergency at all costs when the country had internal rebellion. That's great.
ഓക്കെ, പക്ഷെ ഒരു പ്രശ്നമില്ല, അത് കറക്റ്റാണ്. യെസ് ശരത്, കറക്റ്റാണ്. പാരഡൈം ഷിഫ്റ്റിൻ്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്തു ആകാലോ, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത്, എന്താണ് ആധികാരികമായി ചേഞ്ച് എവിടെ വന്നാലും പാരഡൈം ഷിഫ്റ്റിനെ പറ്റി പറയാം. ഇപ്പോൾ രശ്മി നോക്കിയ രശ്മി, ഇപ്പോൾ ഇവർ പറഞ്ഞുണ്ടോ, ദർ ഇസ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ പാറ്റേൺ ഇൻ ദ KPSC എക്സാം. ഒരു ഫണ്ടമെന്റൽ ചേഞ്ച് ഉണ്ട്, രീതിക്ക് തന്നെ മാറ്റം വന്നിട്ടുണ്ട്. ദാറ്റ്സ് റൈറ്റ്. അതുപോലെ തന്നെ യു ക്യാൻ സേ ആഫ്റ്റർ ദ പാൻഡമിക്, അല്ലെ, പോസ്റ്റ് പാൻഡമിക് എറ ഷോഡ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ ലൈഫ്സ് ഓഫ് പീപ്പിൾ, ഓർ യു ക്യാൻ സേ ദർ ഇസ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ ഇക്കോണമി ആഫ്റ്റർ ദ പാൻഡമിക് എന്ന് പറയാം. മനസ്സിലായോ? ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അടുത്തത്, ഷീ മെയ്ഡ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ഹെർ വർക്ക് ടു മേക്ക് എ പ്രോഗ്രസ്. ഗ്രേറ്റ്. ഷീ മെയ്ഡ്, ഓക്കെ, കറക്റ്റ്. ഇറ്റ് വാസ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ഹെർ ലൈഫ് ആഫ്റ്റർ ഷീ എൻകൗണ്ടേർഡ് ദ ഇൻസിഡൻറ്റ്. ദാറ്റ്സ് ഗ്രേറ്റ്. We have to win the competition at all costs. We can live happily only if we gloss over certain things. Okay. Introduction of 4G network made a paradigm shift in the digital life of Indians. Okay. College management has planned to lease out bus to run for the institution. Okay. The land was leased out to the farmers for cultivation, auguring the upcoming monsoon rains. Yes. At all costs in the error spotting വരുന്നെങ്കിൽ അപ്പോൾ റോങ് ആണോ മാം? അല്ലല്ല, അതാ എൻജോയ് ഞാൻ പറഞ്ഞത്. അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലും ഇത് കണ്ടോ, ഈ സാധനം വേണമെങ്കിൽ ഉപയോഗിക്കാം, വേണ്ടെങ്കിൽ ഉപയോഗിക്കേണ്ട, രണ്ടും കറക്റ്റാണ് കേട്ടോ. അറ്റ് ഓൾ കോസ്റ്റും കറക്റ്റാണ്, അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. ഞാൻ പറഞ്ഞില്ലേ, കോസ്റ്റ് ഓഫ് ദി പ്രോഡക്റ്റ്, ഈ പ്രോഡക്റ്റിന്റെ കോസ്റ്റ് എത്ര, ചെലവ്, ആ ചെലവ് എന്ന് പറയുന്നതിന് നമ്മൾ എന്ത് ഉപയോഗിക്കും, ഇത്. പക്ഷേ ഇടിയമായിട്ട് ഉപയോഗിക്കും, ഇത് കറക്റ്റാണ്. ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്. ദിസ് ഇസ് റൈറ്റ്. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ എഴുതി തരുമോ? ഓക്കെ, we should hard work at all costs to attain success in life. and തെറ്റി, we should work hard. കറക്റ്റാ. സോറി, കറക്റ്റാ. ഐം സോറി, ഞാൻ ഹാർഡ് വർക്ക് എന്നാണ് വായിച്ചത്, സോറി. SpaceX was a paradigm shift in the space tourism sector. Okay, a paradigm shift is needed for tackle അല്ല കേട്ടോ പ്രവീണ, to tackle that problem, അല്ലെങ്കിൽ for tackling that problem. ഒന്നെങ്കിൽ for ഇട്ട് കൊടുത്താൽ ing ഫോമുലേഷൻ ജെറണ്ട് കൊണ്ടുവരിക, അല്ലെങ്കിൽ needed to tackle, അപ്പോൾ to infinitive ആയി, അത് കറക്റ്റാണ്. രണ്ട് രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ. America rolls out a pill for COVID pandemic. Yes, they already did that. Yeah. I usually gloss over all negative vibes. Great. Following the Birubani Union case, East Pakistani was leased out to Bangladesh when Supreme Court held the view that preamble is not a part of the constitution. Okay. We should gloss over every bad situation on your way to success. We should അല്ലേ, അപ്പം പിന്നെ ഓൺ യോർ വേ എന്ന് പറയില്ല, ഓൺ ആർ വേ ടു ടു സക്സസ്. കേട്ടോ പ്രസിദ്ധ, എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ഒരു അബ്ജക്റ്റീവിലെ മിസ്റ്റേക്ക് വരുത്തിയാൽ, ഡിറ്റർമിനലിലെ മിസ്റ്റേക്ക് വരുത്തിയാൽ അത് കോമ്പറ്റീവ് എക്സാമിന് മിസ്റ്റേക്ക് ആണ്. സോ വി ഷുഡ് ഗ്ലോസ് ഓവർ എവറി ബാഡ് ഹാബിറ്റ് ഓൺ ആർ വേ ടു സക്സസ്, അല്ലെങ്കിൽ യു ഷുഡ് കൊടുത്താൽ യുവർ വേ ആണ്, കറക്റ്റ് ആണ് കേട്ടോ. പാരഡൈം ഷിഫ്റ്റ് ഇൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഇസ് നോട്ടിസബിൾ ചേഞ്ച് ആഫ്റ്റർ, അല്ല അങ്ങനെ അത് മീനിങ് വന്നില്ലല്ലോ ഐശ്വര്യ. പാരഡൈം ഷിഫ്റ്റ് ഇൻ ഹെൽത്ത് കെയർ വർക്കേഴ്സ് ഇസ് സീൻ ഇൻ ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, അല്ലെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, ദർ ഇസ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി health workers after the pandemic എന്ന് കൊടുത്തോളൂ. Sometimes it is better to gloss over in order to achieve our goals. Great. Jerix, good morning. Rollout of robotic surgery makes paradigm shift in medical field. This pandemic situation made a paradigm shift in the whole world. Okay. While preparing for something good, one must gloss over. അങ്ങനെയല്ല രഞ്ജിത, ഒരു പ്രശ്നമുണ്ട്. വൺ മസ്റ്റ് ഗ്ലോസ് ഓവർ കഴിഞ്ഞിട്ട് എന്ത്, ഗ്ലോസ് ഓവർ സംതിങ്, ഗ്ലോസ് ഓവർ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു സാധനം എന്ത് വേണം, വി നീഡ് ആൻ ഒബ്ജക്റ്റ് ദർ, നമുക്കൊരു ഒബ്ജക്റ്റ് അവിടെ വേണം. ഗ്ലോസ് ഓവർ വാട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, കാര്യം ഗ്ലോസ് ഓവറിൽ നിർത്താൻ പറ്റില്ല, അതൊരു ഫ്രേസൽ വേർബ് അല്ലേ, അതുകൊണ്ടാണ്. അറ്റ് ഓൾ കോസ് ഐ റോൾ ഔട്ട് എ പാരഡൈം ഷിഫ്റ്റ് ടു ഗ്ലോസ് ഓവർ negativities from my relatives. Okay, let's gloss over the negative people around us and get up our path to success. A group of companies started to കഴിഞ്ഞിട്ട് rolled out വരില്ല സജിനി, 2 കഴിഞ്ഞിട്ട് എപ്പോഴും 2 plus infinitive, 2ൻ്റെ കൂടെ എപ്പോഴും V1 ഫോമുലേഷൻ കൊടുക്കുക കേട്ടോ. കൊടുക്കുകയാണെങ്കിൽ ഒരിക്കലും V2 കൊടുക്കരുത്. The government has rolled out a new policy for leasing out government companies to private entrepreneurs, which shows a paradigm shift in the perspective of liberalism. Okay, a paradigm shift is needed to close over that problem. ഹാഡ് യൂസ് റോസ് ഞാൻ നമ്മൾ ക്ലാസ്സിൽ പഠിക്കാം, നമുക്കത് നമ്മൾ ക്ലാസ്സിൽ അത് പഠിക്കും. ഹാഡ് എന്ന് യൂസ് ചെയ്തുള്ളൂ, പാസ്റ്റ് പെർഫെക്റ്റ് ആണെന്ന് മാത്രമേ ഉള്ളൂ കാര്യം. മനസ്സിലായോ? വർക്ക് ഫ്രം ഹോം കൾച്ചർ ക്രിയേറ്റഡ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ വർക്ക് ലൈഫ് ബാലൻസ്. പാരഡൈം ഷിഫ്റ്റ് ഓഫ് ഫണ്ടമെന്റൽ റൈറ്റ്സ് കനോട്ട് ബി ഗ്യാരണ്ടീഡ്. COVID-19 മെയ്ഡ് എ പാരഡൈം ഷിഫ്റ്റ്. പാരഡൈമിൻ്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ, DI കഴിഞ്ഞിട്ട് M ഇട്ട് കൊടുക്കരുത്, G ഉണ്ട്, ഒരു G ഇവിടെ ഉണ്ട്, നിങ്ങൾ വിട്ട് കളയരുത് കേട്ടോ, അങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. പിന്നെ there is a paradigm shift in the behavior after the treatment.
At all costs, I will crack its exam. I must gloss over to move on from the stroma. Kerala government has to make paradigm shift in tourism sector to attract more tourists. Changes in certain habits make paradigm shift in Reena's life. Okay, China rolled out the plan to construct a bridge or over Pangong Tso. Then post COVID-19 has led to a paradigm shift in the entertainment sector, especially cinemas. India rolled out its first ever indigenous vaccine on pneumonia. On pneumonia പറയില്ല, for pneumonia, ന്യൂമോണിയയ്ക്ക് വേണ്ടിയുള്ള വാക്സിൻ. ഓൺ ന്യൂമോണിയ പറയില്ല കേട്ടോ സുവർണ. ക്ലോസ് ഓവർ മീനിങ്ങിൽ ഓൾറെഡി അൺപ്ലസന്റ് ഫാക്ട്സ് ഇല്ല, അപ്പോൾ പിന്നെയും വേണോ? വേണം. ക്ലോസ് ഓവർ എന്ത് ഇഗ്നോർ ചെയ്യാണ്, ഓവർ സംതിങ് എന്തിൻ്റെ ഇതിലുള്ള അൺപ്ലസന്റ് ഫാക്ട് അത് വേണം കേട്ടോ. അത് ഞാൻ ഒന്ന് നമ്മുടെ കേംബ്രിഡ്ജിൻ്റെ അല്ല കോളിൻസിൻ്റെ പറയുന്ന ഫ്രേസൽ വേർബുകൾക്ക് ഡൗട്ട് വരാണ്. കോളിൻസിൻ്റെ ഗൂഗിളിൽ അടിക്കുമ്പോൾ കോളിൻസിൻ്റെ ഡിക്ഷണറിയിലും മാക്മിലൻ ഡിക്ഷണറിയിലും കൊടുത്തിട്ടുണ്ട് ഗൂഗിളിൽ തന്നെ. അത് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് മനസ്സിലാവും കേട്ടോ. അറ്റ് ഓൾ കോഴ്സ് ഐ വിൽ ബി ദർ. പാരഡൈം ഷിഫ്റ്റ് ഓഫ് PSC exam consumed more time in exam hall. Almost all ventures roll out on the wake of New Year. Okay. Company named Beta 3 leased out to confidential group. Okay. He leased out his property for money. I'm trying to gloss over everything that makes me insipid. Okay, great. He started glossing over the tragedy happened to her. Okay. He achieves a good position in society to gloss over unnecessary things in life. When he became rich, he glossed over her as he degraded her to be a salvage who could not withstand with his morals. Okay. ഇല്ല, ടു റോൾസ് ഔട്ട് വരില്ല സജിനി. 2 കഴിഞ്ഞിട്ട് എപ്പോഴും V1 വരും, V5 വരില്ല. റോൾസ് ഔട്ട് വരും. ടു റോൾ ഔട്ട് കേട്ടോ. ടു റോൾ ഔട്ട്. ഇവിടെ നോക്കിയാൽ ടു റോൾ ഔട്ട്, ടു ഗ്ലോസ് ഓവർ, ടു ലീസ് ഔട്ട്, ഏതാണോ അതിൻ്റെ കൂടെ ദാറ്റ്സ് ഇറ്റ്. V1 വരണം എന്നാണ്. അത് നമ്മൾ പഠിക്കും. സജിന് പേടിക്കണം, നമ്മളിപ്പോൾ പഠിക്കാൻ പോകും. അടുത്ത പ്രൈമറി ഓക്സിലറീസ് പഠിച്ച് എല്ലാം കഴിയുമ്പോൾ നമ്മൾ പയ്യെ ഞാൻ പറഞ്ഞു തരും. പാരഡൈം ഷിഫ്റ്റ് മെയ്ഡ് എവറി വൺ ഇൻ ഷോക്ക്. ഓക്കെ, വി ഷുഡ് ഗ്ലോസ് ഓവർ ഓൾ നെഗറ്റീവ് തോട്ട്സ് പറഞ്ഞു. സിഗാർഡ് റോൾഡ് ഔട്ട് new techniques of business. The government should try to make a paradigm shift in our educational policy at all costs. It's mandatory to gloss over bitter life experience in our course of life. Husband must be lease out his wife on divorce. അതെറ്റില്ലോ ശരത്ത്, അതെറ്റി. ദ ഹസ്ബൻഡ് മസ്റ്റ് ബി ലീസ് ഔട്ട് എന്ന ഹസ്ബൻഡ് ലീസ് ഔട്ട് ചെയ്യണമെന്നല്ല. ഹസ്ബൻഡ് എന്ത് ലീസ് ഔട്ട് ചെയ്യണം? ഹസ്ബൻഡ് മസ്റ്റ് ലീസ് ഔട്ട് എന്തോ ഒരു കാര്യം. ഹസ്ബൻഡ് മസ്റ്റ് ലീസ് ഔട്ട് വെഹിക്കിൾ ഓർ പ്രോപ്പർട്ടി ടു ഹിസ് വൈഫ് during divorce എന്ന് കൊടുക്കാം. Okay, the advertising company roll out new product. Okay, COVID-19 results paradigm shift in education system. Companies all set to roll out a new product by this Jan. Process the unpleasant memories of past. Okay. Yeah, you have to gloss over negative thoughts. അങ്ങനെ വരുമോ? വരാം കുഴപ്പമില്ല. Okay, as it already have the meaning of unpleasant. No problem. അതിൽ പ്രശ്നമില്ല, ഉപയോഗിക്കാം. പാരഡൈം ഷിഫ്റ്റ് അതെ പാരഡൈം ഷിഫ്റ്റ് എന്താണ് ഫോമൽ യൂസേജ് ആണ്. ഇറ്റ്സ് ഫോമൽ കേട്ടോ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയും. ഇത് ഫോമൽ യൂസേജ് ആണ്. നിങ്ങൾക്കിത് essay ഒക്കെ എഴുതുമ്പോൾ ഉപയോഗിക്കാം കേട്ടോ. പെർഫെക്റ്റ് ആണ്, നോ പ്രോബ്ലം. പാരഡൈം ഷിഫ്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. ഞാനത് പറയണം, ഒറ്റ വേർഡാണ് യൂസേജ് ആയതുകൊണ്ട് ഇവിടെ ഇട്ടെന്നേ ഉള്ളൂ. അല്ലാതെ അവിടെ ഇട്ടാൽ നമുക്ക് സിനിംസിൻ്റെ കൂടെ ഇട്ടിട്ട് കാര്യമില്ല, അതുകൊണ്ട് ഇട്ടതാണ്. ഇത് ഫോമൽ യൂസേജ് ആണ്. യു ക്യാൻ യൂസ് ഇറ്റ് ഇൻ ദ എസ്സേസ്. ഫോമൽ റൈറ്റിംഗ്സിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഡൗട്ട് ഉള്ളവർ ചോദിച്ചോ, നോ പ്രോബ്ലം. ഓക്കെ, ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് അവർ കൺട്രി ഇറ്റ് മസ്റ്റ് ബി നീഡഡ് a paradigm shift of political approach. It must be needed alla. It must need a paradigm shift of political approach. കേട്ടോ സൗമ്യ, അവിടെ പാസിവൈസേഷൻ ശരിയാവില്ല. A paradigm shift in education system after years is a good rollout in the system. I gloss over people who shows disdain towards me. Okay, roll out of new plans in tourism sector in Kerala helps to gain this previous glory. തസ്ലിമ, അവിടെ റോൾ ഔട്ട് എന്ന് കൊടുക്കുന്നത് നൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ റോൾ ഔട്ട് നൗൺ ആയിട്ട് ഉപയോഗിക്കാം. നിങ്ങൾക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കുന്നെങ്കിൽ റോൾ ഔട്ട് മസ്റ്റ് ബി ഹൈഫനേറ്റഡ് ഓർ ഇത് ഒരുമിച്ച് എഴുതുക ക്ലോസ് കോമ്പൗണ്ട് ആയിട്ട് എഴുതുക റോൾ ഔട്ട്. ഇതാണ് നൗൺ ഫോർമുലേഷൻ. ഗ്യാപ്പ് ഇട്ടാൽ അത് ഫ്രേസൽ വേർബായി, ഗ്യാപ്പ് ഇട്ടില്ലെങ്കിൽ അത് നൗണായി. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുവാണ്. ഇന്നലെ ഞാനത് പറഞ്ഞായിരുന്നു. ഡിസൈനർ മാർക്സ് റോൾ ഔട്ട് ഇൻ ദ ഫാഷൻ ഇൻഡസ്ട്രി. ഓക്കെ, Kochi Metro leased out the stops in different stations. There is a paradigm shift in UNO's international policies. Everyone amazed when Steve Jobs rolled out iPhone in starting of 21st century. Okay. The celebrities should gloss over the criticism against them to achieve success in their career. Gloss over all the pessimistic thoughts to work productively. Ram decided to lease out his outhouse to his friend. Caravan tourism is a rolled out initiative. ഈസ് എ റോൾ ഔട്ട് ഇനിഷ്യേറ്റീവ് കേട്ടോ. റോൾഡ് ഔട്ട് ഇനിഷ്യേറ്റീവ് എന്ന് നമ്മൾ കൊടുക്കില്ല. നൗണിൻ്റെ കൂടെ ED ഫോർമുലേഷൻ വരില്ല കേട്ടോ. ഐശ്വര്യ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു.
Okay. At all costs, I want to lease out the property for a paradigm shift in my life. I used to gloss over unpleasant happenings in my life. Government has leased out a vast area to the poor, which shows a paradigm shift in their regime. Okay. Always I try to gloss over my life. She glossed over mother's descent and went for a new party. Okay. Giving birth to my baby will be paradigm shift in our life. Okay. The paradigm shift of workers brought more profit to the company. Companies should roll out innovative products to sustain the competitive market. Mainite electride, a microwave absorber, effective in attenuating the electromagnetic interference, is about to bring paradigm shift in telecom industry sector. Yeah. The space research company rolled out a project named New Space for Commercialization in Space Research. There should be a paradigm shift in environmental protection. Great. Moving to next. അപ്പോൾ അടുത്ത സെറ്റിലോട്ട് പോകാം. സിനണിംസ് ആൻഡ് ആന്റണിംസ് ആൻഡ് റിലേറ്റഡ് വേർഡ്സ്. റീട്രേറ്റ് നമ്മൾ എന്നും ഡിസ്കസ് ചെയ്യുന്ന വാക്കാണ്. റീട്രേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്, റിപ്പീറ്റ് ചെയ്യപ്പെടുന്നത്. റിപ്പീറ്റ്. സോ അല്ലെങ്കിൽ റീസ്റ്റേറ്റ് ചെയ്യുന്ന, വീണ്ടും പറയപ്പെടുന്നത്, റീഡൂ ചെയ്യപ്പെടുന്നത്, റീടെൽ ചെയ്യപ്പെടുന്നത്, ഓർ റീക്യാപിച്ചുലേറ്റ്, ദാറ്റ് ഇസ് റീട്രേറ്റ്. നമ്മൾ ഒരുപാട് നമ്മൾ ഡിസ്കസ് ചെയ്ത വാക്കാണ്. അപ്പോൾ അതിലോട്ട് ഞാൻ കൂടുതൽ പോകുന്നില്ല. നെക്സ്റ്റ് വേർഡ് ഇസ് റെലന്റ്ലെസ്. റെലന്റ്ലെസ് എന്ന വാക്ക് നിങ്ങൾക്കറിയാം. റെലന്റ്ലെസ് എഫേർട്ട് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ്, കണ്ടിന്യൂയിങ്, ലാസ്റ്റിംഗ്, കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് അർത്ഥം. റെലന്റ്ലെസ് എന്ന് പറഞ്ഞാൽ പെർസിസ്റ്റന്റ്, അതായത് ലാസ്റ്റിംഗ് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ കണ്ടിന്യൂയിങ്, കണ്ടിന്യൂസ്, കോൺസ്റ്റന്റ് എന്നൊക്കെയാണ് അർത്ഥം. ഓർത്ത് വെച്ചോളൂ കേട്ടോ. ഓക്കെ. Next one is vigil. We must have a vigil on certain things like that. എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? വിജിൽ എന്ന് പറഞ്ഞാൽ ലുക്ക് ഔട്ട്, ശ്രദ്ധ. യു മസ്റ്റ് ഹാവ് ആൻ ഒബ്സർവൻസ്, അല്ലെ? അല്ലെങ്കിൽ വാച്ച്, സർവൈലൻസ്, അറ്റൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. വിജിൽ എന്ന് പറഞ്ഞാൽ നൗൺ ആണ് വിജിൽ. എന്നാൽ നിങ്ങൾ വിജിലൻസ് കേട്ടില്ലേ? വിജിലൻസും നൗൺ ആണ്, വിജിൽ നൗൺ ആണ്, വിജിലന്റ് അഡ്ജക്റ്റീവ് ആണ്. ഓക്കെ. സോ ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കി, ഹസാർഡസ്. ഹസാർഡസ് എന്ന വാക്കിന്റെ അർത്ഥം, ഹസാർഡ് നിങ്ങൾക്കറിയാം, ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നമെങ്കിൽ ഹസാർഡ് എന്ന് പറയും, അല്ലേ? സോ ഹസാർഡസ് എന്ന് പറഞ്ഞാൽ ഡേഞ്ചറസ്. ഹസാർഡ് ഇസ് എ ഡേഞ്ചർ ആൻഡ് ഹസാർഡസ് ഇസ് ഡേഞ്ചറസ്, അല്ലെങ്കിൽ റിസ്കി, അൺസേഫ്, പെരിലസ്. പെരിലസ് പറഞ്ഞാൽ ഫുൾ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്. അതിനാണ് ഫുൾ ഓഫ് ഡേഞ്ചർ, ഫുൾ ഓഫ് റിസ്ക് ഫാക്ടേഴ്സ്, അതിനെയാണ് നമ്മൾ പെരിലസ് എന്ന് പറയാം. സോ ഹസാർഡസ് മീൻസ് പെരിലസ്, ഡേഞ്ചറസ്, റിസ്കി, അൺസേഫ്. അഡ്ജക്റ്റീവ് ആണ്, ഓർത്ത് വെച്ചോളാം. അടുത്ത വാക്കാണ് അഷർ. അഷർ എന്ന വാക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം, വേർബ് ആയിട്ട് ഉപയോഗിക്കാം. അഷർ എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം അറ്റൻഡന്റ്, ഗൈഡ്, എസ്കോട്ട്. എസ്കോട്ട് എന്നൊക്കെ പറഞ്ഞാൽ നൗണും ആണ്. അതേസമയം ഗൈഡ് എന്ന് പറയുന്നത് വേർബും ആണ് കേട്ടോ. ഇത് നൗൺ, ഗൈഡ് എന്ന് പറയുന്നത് നൗണും ഉണ്ട്, വേർബും ഉണ്ട്. അറ്റൻഡന്റ് നൗൺ ആണ്, എസ്കോട്ട് നൗണും ഉണ്ട്, വേർബും ഉണ്ട്. ഹെറാൾഡ് നമ്മൾ കഴിഞ്ഞ സിഗ്നൽ സൈൻ നൗണും ഉണ്ട്, വേർബും ഉണ്ട്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചേക്കുന്ന നൗൺ ആയിട്ടല്ല. അഷർ എന്ന് പറയുന്നത് നൗൺ ആയിട്ട് ഹെറാൾഡ് എന്ന് പറയില്ല, നൗൺ ആയിട്ട് ഹെറാൾഡ് എന്ന് പറയില്ല. പിന്നെ ഞാൻ പറയുന്നു, അഷർ എന്ന വാക്കിന് നൗൺ ആയിട്ട് ഒരേ ഒരു മീനിങ് ഉള്ളത് അറ്റൻഡന്റ്, അല്ലെ ഗൈഡ്, അല്ലെ എസ്കോട്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിൻ്റെ വേർബായിട്ട് വരുമ്പോൾ ഹെറാൾഡ്, സിഗ്നൽ, ഇറ്റ് സിഗ്നൽഡ്, ഇറ്റ് അനൗൺസ് എന്നൊരു അർത്ഥമാണ്. അഷർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഹെറാൾഡ് ചെയ്തു, സിഗ്നൽ ചെയ്തു, അനൗൺസ് ചെയ്തു എന്നൊക്കെയാണ് കേട്ടോ. ഓർത്ത് വെച്ചോണം. വേർബായിട്ടാണ് അഷറിന്റെ മീനിങ് ഹെറാൾഡ് വരുന്നത്. നമുക്കറിയാം ഹെറാൾഡ് നൗൺ ആണ്, സിഗ്നൽ നൗൺ ആണ്, നമുക്കറിയാം. പക്ഷേ അഷറിന്റെ മീനിങ് ആയിട്ട് ഹെറാൾഡ് നൗൺ ആയിട്ടേ വരില്ല, വേർബായിട്ടേ വരത്തുള്ളൂ. മനസ്സിലായി കാണും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞു തരുന്നത് എക്സാമിന് എഴുതുമ്പോൾ മാറിപ്പോതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. യാ, അടുത്ത് നോക്കട്ടെ, എവിടെ വരെ എത്തി? ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ടു റോൾ ഔട്ട് 5G സർവീസസ് ഇൻ ഇന്ത്യ. യാ, ഇന്ത്യ റോൾ ഔട്ട് അല്ല വിസ്മയ, ഒന്നെങ്കിൽ ഇന്ത്യ റോൾഡ് ഔട്ട് അല്ലെങ്കിൽ ഇന്ത്യ റോൾസ് ഔട്ട് 2 more COVID vaccines. റോൾസ് ഔട്ട് കൊടുക്കണം എന്താ വെച്ചാൽ ഇന്ത്യ സിംഗുലർ, അതുകൊണ്ട് സിംഗുലർ സബ്ജക്റ്റിന് സിംഗുലർ വേർബ്. Piano steps were rolled out at MG Road metro station last week. Okay. He leased out the property by glozing over the words of his father and rolled out a new company. Okay. അഗ്ന, അത് ഞാൻ ഓൾറെഡി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ. അഗ്നി കിട്ടിയില്ല. നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. നൗണ്ട് ഇത് ഇട്ടിട്ടുണ്ട്, PDF ഇട്ടിട്ടുണ്ട്, പ്രാക്ടീസ് സെറ്റുകൾ 2 ഇട്ടിട്ടുണ്ട്. ഒന്ന് ചെക്ക് ചെയ്യണേ. ഇനി ടെലഗ്രാം ഗ്രൂപ്പിൽ ഇല്ലെങ്കിൽ എനിക്കൊരു പേഴ്സണൽ മെസ്സേജ് അയച്ചോണേ. അപ്പോൾ ഞാൻ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യാം. SBI cards, the subsidiary of SBI has, അപ്പോൾ ഒരു കാര്യം കൊടുക്കണേ. നൗഫലെ, SBI cards ഒരു കോമ ഇട്ട് കൊടുക്കുക. Has partnered with Paytm to roll out a new initiative called card tokenization. Oh, success can be achieved only through relentless effort. Yeah. Okay. G-Small ഡിസ്ക്രിപ്റ്റീവ് മാത്രമായിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാണ് Jan 14th. ഇന്ന് നമ്മൾ ലോഞ്ചിങ് ഇവന്റ് ഉണ്ട്. ഈവനിങ്ങിൽ നമ്മൾ ഏതൊരു സമയത്ത് ലോഞ്ചിങ് ഇവന്റ് കണ്ടക്ട് ചെയ്യും. ഡൗട്ട്സ് ഒക്കെ നമുക്ക് ആ സൂം ഇവന്റിൽ വെച്ച് വരാം. ഞാനും റീമ മിസ്സും കൂടിയാണ് ക്ലാസ് എടുക്കുന്നത്.
നമുക്ക് ബേസിക്സ് കവർ ചെയ്തിട്ട് അത്യാവശ്യം നമുക്ക് പറ്റുന്ന എല്ലാ ബേസിക്സും കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് തരാം. അതാണ് നമ്മുടെ ക്ലാസ് ഇന്ന് ഡിസ്ക്രിപ്റ്റീവ് 14-ാം തീയതി സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ലോഞ്ച് ചെയ്യും, ഇന്ന് ബാച്ച് ലോഞ്ച് ചെയ്യും. ഓക്കെ, അടുത്തലോട്ടൊന്ന് പൊക്കോട്ടെ. അടുത്തത് കേട്ടോ, സുന്ദർ Pichai glossed over his family members' descent for not joining a government company, but now he is one of the billionaires in the world now. Now ഒന്ന് 2 തവണ കൊടുക്കേണ്ട NJ, ഒരു തവണ. അപ്പോൾ now എന്നുള്ളത് ബട്ട് now ഇല്ലേ, ആ ബട്ട് കഴിഞ്ഞിട്ടുള്ള now അങ്ങ് കട്ട് ചെയ്യുക. എന്നിട്ട് ബട്ട് ഹീസ് വൺ ഓഫ് ദ ബില്യനേഴ്സ് ഇൻ ദ വേൾഡ് now കൊടുക്കുക. Relentless focus on your work results success. Health workers have been doing relentless effort to alleviate the hazardous situation of COVID-19. Great. Precarious cinema varum Srikala. Yes. There must be a relentless journey needed for cracking the exam. Yes. Farmers' relentless efforts in their farm for good yield. The sentence clear ayillo shiny. Farmers do farmers do relentless effort, or farmers make relentless effort in their field എന്ന് കൊടുക്കുക. For good yield അങ്ങനെ കൊടുക്കണം. അവിടെ മെയിൻ വേർബ് വന്നിട്ടില്ല. അപ്പം മെയിൻ വേർബ് കൊടുക്കണേ, മേക്സ് കൊടുക്കണം. She reiterated her plan to visit Darjeeling during winter vacation. Okay. The new CEO tried to bring a paradigm shift to the company policy in order to achieve his success. Okay. Reiteration is the mother of teaching. Yes, Sharad. Yes. After relentless efforts, Ria launched her music band last year. Okay. Government reiterated or reiterates. Neetu, Karim, government is singular. Public to wear masks whenever they are out. Her relentless work made her successful in her career. Police have released a vigil notice against the culprit. Deforestation leads to hazardous situation in animal life. Yes. ഉണ്ട് കേട്ടോ. മനു നമ്മൾ തുടങ്ങും. നമ്മൾ അതിൻ്റെ പ്രോസസ്സിങ്ങിലാണ് കേട്ടോ. വിൽ സ്റ്റാർട്ട് ഇറ്റ് സൂൺ. അറിയിക്കാം കേട്ടോ. ഒന്ന് ഡെയിലി നമ്മുടെ ക്ലാസ്സുകൾ കണ്ടാൽ മതി, ഞാൻ അറിയിക്കാം, അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാം കേട്ടോ. ടീച്ചർ റീട്രേറ്റ് അല്ല, ടീച്ചർ റീട്രേറ്റഡ് അല്ലെങ്കിൽ ടീച്ചർ റീട്രേറ്റ്സ് കേട്ടോ ചിഞ്ചു. ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഫോർ ദ സ്റ്റുഡൻസ് ടു ഗ്രാസ്പ് ഇറ്റ് ഈസിലി. Dumping of hazardous chemicals to lakes leads to eutrophication. Okay. Relentless flood in Chalanam area caused life of people hazardous. Okay. There should be relentless efforts to sweep out the reiterating false gender inequalities from our society. Yes. Moving to next set. അടുത്ത സെറ്റിലോട്ട് പോകാം. സൈറ്റ്. സൈറ്റ് എന്ന വേർബ് പറയുമ്പോൾ എപ്പോഴും എൻ്റെ ഒരു ശീലമാണ്. സൈറ്റ് എന്ന വേർബിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും പറയേണ്ട വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഈ സൈറ്റ്, SIGHT, സൈറ്റ് എന്ന നൗണ്. അതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വിഷൻ അല്ലേ, കാഴ്ച, സൈറ്റ്. ആൻഡ് നെക്സ്റ്റ് വൺ ഇസ് സൈറ്റ്, SITE, സൈറ്റ്. ഈ സൈറ്റ് അറിയാലോ, നൗൺ തന്നെയാണ്. ഈ സൈറ്റിൻ്റെ മീനിങ് ലൊക്കേഷൻ അറിയാലോ. ഇറ്റ്സ് എ ഗുഡ് സൈറ്റ്, വെബ്സൈറ്റ്, ഇതെല്ലാം പറയില്ല നമ്മൾ. അതിൽ ലൊക്കേഷൻ എന്നുള്ള അർത്ഥമാണ്, ലൊക്കേഷൻ. ഓക്കെ. അപ്പോൾ ഈ സൈറ്റ് പക്ഷേ വേർബാണ്. ദാറ്റ് മീൻസ് കോട്ട് ചെയ്യുക, ഓർ റീപ്രൊഡ്യൂസ് ചെയ്യുക, ഓർ മെൻഷൻ ചെയ്യുക, അല്ലെങ്കിൽ വേറൊരു മീനിങ് കൊണ്ട് പ്രൈസ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക എന്നൊക്കെ നല്ല വാക്ക് പറയാം. ദാറ്റ്സ് ഇറ്റ്, സൈറ്റ്. ഓക്കെ. ഹി സൈറ്റഡ് മീ ഡ്യൂറിങ് ഹിസ് സ്പീച്ച്. അവൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ എന്നെപ്പറ്റി പറഞ്ഞു, കമൻറ്റ് ചെയ്തു എന്നൊക്കെ പറയില്ലേ, ദാറ്റ്സ് ഇറ്റ്. ഓർ മെൻഷൻ, അങ്ങനെയൊക്കെയുള്ള യൂസേജാണ്. അടുത്തത് എക്സ്റ്റെൻഡ്. എക്സ്റ്റെൻഡ് പറയുമ്പോൾ ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നൊരു വാക്കുണ്ട്, എക്സ്റ്റെൻഡ് ചെയ്യുക, പോസ്റ്റ്പോൺ ചെയ്യുക, ഡിലേ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യുക എന്നൊക്കെ അർത്ഥമില്ലേ, ആ എക്സ്റ്റെൻഡ്. അപ്പോൾ എക്സ്റ്റെൻഡ് ഇസ് എ വേർബ്. മാറിപ്പോയത്, ഡി വരുമ്പോൾ വേർബാണ്, ടി വരുമ്പോൾ നൗൺ ആണ്. എക്സ്റ്റെൻഡ് എന്ന് പറഞ്ഞാൽ ഡിഗ്രി, ലെവൽ, സ്കെയിൽ, അല്ലെങ്കിൽ ഏരിയ, സൈസ്, എക്സ്പാൻഷൻ എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള വേർബാണ് കേട്ടോ. ആ അർത്ഥമുണ്ട്. എക്സ്പാൻഷൻ്റെ എക്സ്റ്റെൻഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. ഓക്കെ. അപ്പോൾ അതൊന്നും ഓർത്തത്. അടുത്താണ് അഡിയറൻസ്. അഡിയറൻസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന വാക്കാണ്. അഡിയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒബേ ചെയ്യാന്നാണ്. അപ്പോൾ അഡിയറൻസ് എന്ന് പറഞ്ഞാൽ ലോയൽറ്റി, ഫെയ്ത്ത്ഫുൾനെസ്, ഒബീഡിയൻസ്, കൺഫേമിറ്റി, നമ്മളെപ്പോഴും പറയാറുള്ളതല്ലേ, അല്ലെങ്കിൽ കംപ്ലയൻസ്. ഈ അഡിയറൻസിൻ്റെ കൂടെ ഉണ്ടല്ലോ, അഡിയർ എന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ സ്പെല്ലിംഗ് ഒരു ചെറുതായിട്ട് മാറിപ്പോയി, കംപ്ലയൻസ്. അഡിയറൻസിൻ്റെ അഡിയർ എന്ന് പറഞ്ഞാൽ അഡിയർ ടു ആ യൂസ് ചെയ്യുക. അഡിയറൻസ് ടു എന്ന് നമ്മൾ പറയും, കൺഫേമിറ്റി ടു എന്ന് നമ്മൾ പറയും, കംപ്ലയൻസ് വിത്ത് എന്ന് നമ്മൾ പറയും. ഓർത്ത് വെച്ചോടെ, ആ യൂസേജ് ഒന്ന് ഓർത്ത് വെച്ചു. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നതാണ്, ബട്ട് ഒന്നുകൂടെ ഓർത്ത് വെച്ചു. ഒബീഡിയൻസ് എന്നാണ് കേട്ടോ അർത്ഥം അഡിയറൻസ്. അഡിയർ ചെയ്യുക, ഒബേ ചെയ്യുക, ഫോളോ ചെയ്യുക എന്നൊക്കെയാണ്. ഓക്കെ. അടുത്ത അതുകൊണ്ടാണ് ഫെയ്ത്ത്ഫുൾനെസ്, ലോയൽറ്റി, ഒബീഡിയൻസ്, കൺഫേമിറ്റി, കംപ്ലയൻസ് എന്നൊക്കെ എൻ്റെ മീനിങ് വരുന്നത്. അടുത്തത് അൺവിറ്റിംഗ്ലി. അൺവിറ്റിംഗ്ലി എന്ന് പറയുന്ന അഡ്വേർബ് എക്സ്പ്രഷൻ ആണ്, അഡ്വേർബ് യൂസേജ് ആണ്. അൺവിറ്റിംഗ്ലി എന്ന് പറഞ്ഞാൽ അറിയാതെ, അൺഇൻറ്റൻഷനലി. വിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് അർത്ഥം എന്താണ്, നോളജ് എന്നാണ് അർത്ഥം, നമ്മുടെ അറിവ്.
അല്ലെ, ബുദ്ധി, ഇൻ്റലക്റ്റ് എന്നൊക്കെ പറയും, വിറ്റ്. അല്ലാതെ അവനൊരു വിറ്റ് പറഞ്ഞു, നമ്മൾ മലയാളത്തിൽ വിറ്റ് പറഞ്ഞു, ആ വിറ്റല്ല, വിറ്റ് ഇസ് ഇൻ്റലക്റ്റ് എന്നാണ്. സോ അൺവിറ്റിംഗ്ലി എന്ന് പറഞ്ഞാൽ അറിവില്ലാതെ, അൺഅവെയർ അല്ലെ, അൺഅവെയർ എന്നാണ് പറയാം. അപ്പോൾ അൺവിറ്റിംഗ്ലി എന്ന് പറഞ്ഞാൽ അറിയാതെ സംഭവിച്ചാണ്, അൺഇൻറ്റൻഷനലി, ആക്സിഡൻ്റലി, ഇഗ്നോറൻ്റ്ലി, അൺകോൺഷ്യസ്ലി എന്നൊക്കെ പറയില്ല നമ്മൾ, അതാണ് കേട്ടോ. അൺഇൻറ്റൻഷനലി, അൺഅവെയറിംഗ്ലി, അല്ലെങ്കിൽ ആക്സിഡൻ്റലി, ഇഗ്നോറൻ്റ്ലി എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അടുത്ത വാക്ക് അബ്സോൾവ്. അബ്സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ചാർജ് ചെയ്യാം. ഇപ്പോൾ നിയമത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എപ്പോഴും പറയാറുണ്ടല്ലേ, ഫ്രീ ഫ്രം ക്രൈമിൽ നിന്ന് ഫ്രീ ആക്കി വിടുക, അല്ലേ, ഒരു ക്രൈമിൽ നിന്ന് ഫ്രീ ആക്കി വിടുക, അതാണ് അബ്സോൾവ് എന്ന വാക്കിൻ്റെ അർത്ഥം. അപ്പോൾ അബ്സോൾവ് എന്ന വാക്കിൻ്റെ അതേ മീനിങ് ഉള്ള വാക്കുകളാണ് എക്സോണറേറ്റ്, ഡിസ്ചാർജ്, അക്വെറ്റ്, എക്സൽപേറ്റ്. ഇത്രേ അർത്ഥമുള്ളൂ. ഫ്രീ ആ ക്രിമിനൽ ഫ്രം ചാർജ്, എന്തെങ്കിലും ഒരു ചാർജ് ഉണ്ട്, അതിനെതിരെ ഫ്രീ ആക്കി വിടുക, ക്രൈമിൽ നിന്ന് ഫ്രീ ആക്കി വിടുക, ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇനി ഞാൻ ബാക്കി സെൻറ്റൻസുകളിലോട്ട് പോട്ടെ, കുറേ ഉണ്ടല്ലോ. ഓക്കെ, ഡ്യൂറിങ് ദ പാൻഡമിക് എക്കഡമിക് ടൈം വി ഷുഡ് വിജിൽ അവർ കിഡ്സ്. ഡ്യൂറിങ് ദ പാൻഡമിക് അക്കഡമിക് ടൈം, നിഷാൻ അവിടെ എന്തെങ്കിലും വന്നേക്കുന്നത്? ഡ്യൂറിങ് ദ പാൻഡമിക് അക്കഡമിക് ടൈമോ? ഡ്യൂറിങ് ദ പാൻഡമിക് വി ഷുഡ് വിജിൽ അവർ കിഡ്സ്, അതാണോ? ബിക്കോസ് മെനി ഓഫ് ദ കിഡ്സ് ആർ മിസ്യൂസ്, അല്ല, മെനി ഓഫ് ദ കിഡ്സ് ആർ മിസ്യൂസിങ് ദ സ്റ്റഡി ടൈം. ഓക്കെ, അങ്ങനെയാണ് ഇങ്ങനെ കൊടുക്കുക. ഡ്യൂറിങ് ദിസ് പാൻഡമിക് വി ഷുഡ് വിജിൽ എന്ന് പറയില്ല, വിജിൽ ഇസ് നൗൺ, അതിൽ നമ്മൾ വേർബായിട്ട് ഉപയോഗിക്കില്ല. വി ഷുഡ് ഒബ്സർവ് എന്ന് കൊടുത്തോളൂ, അല്ലെ സർവൈൽ എന്ന് കൊടുത്തോളൂ. അവർ കിഡ്സ് ഡ്യൂറിങ് ദർ അക്കാഡമിക്സ്, അങ്ങനെ കൊടുക്കുക. ഇറ്റ് വാസ് ഹെർ റിലൻറ്റ്ലെസ് efforts that helped her to tackle the problems and obstacles that stood in front of her life after the death of her husband. Okay, ISRO made relentless efforts during the late 90s to launch indigenous cryogenic engine when other countries denied transfer of technology. Okay, it's high time you should stop being lazy and start a relentless effort in studies. Great. The Karnataka government glossed over agitation and protest by rebellious minorities and went ahead introducing a new religious law bill to prevent forced conversion. Okay, relentless attitude of BPCL towards education of migrant workers' children shows a unanimous act. Okay, a dog is vigil. The dog is vigil. Okay. Okay, all right. The watchman has a good vigil so that he can avoid any mistakes. Okay. Every judges, ചേർത്തെ എവ്രിയുടെ കൂടെ ഈച്ചിൻ്റെ കൂടെ ഒരിക്കലും മറന്നു പോകാതെ ഞാൻ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യമാണ്. എവ്രിയുടെ കൂടെ ഈച്ചിൻ്റെ കൂടെ എപ്പോഴും ഈച്ച് ആയിക്കോട്ടെ, എവ്രി ആയിക്കോട്ടെ, ഓർ ഐദർ ആയിക്കോട്ടെ, നൈദർ ആയിക്കോട്ടെ, എപ്പോഴും എന്താ ഉപയോഗിക്കേണ്ടത്? സിംഗുലർ നൗൺ. ഓക്കെ, ഓർത്ത് വെച്ചോണേ. എവ്രി ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട് has to be vigiled പറയില്ല. വിജിൽ വേർബ് അല്ലല്ലോ, അപ്പോൾ അത് മാറ്റിക്കേ. വിജിൽ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. റീട്രേറ്റിംഗ് പോർഷൻസ്, എന്തായാലും ഈ സംഭവം ഓർത്ത് വെച്ചോ. റീട്രേറ്റിംഗ് പോർഷൻസ് ഫോർ എക്സാംസ് മേക്സ് easy to crack it. Yeah. Reiterating waste disposal in public places is a sign of bad administration. Yeah. Missive was reiterated by him. Okay. The usher used ചെയ്തൊരു സെന്റൻസ് പറയുമോ മിസ്? usher എന്ന് പറയുന്നത് ഏതാ, വേർബായിട്ടോ നൗൺ ആയിട്ടോ? The people came to usher the function, or the people came to usher 2022 എന്നൊക്കെ പറയാം. Announced 2022 അങ്ങനെ. Reiteration method is the most accurate method while doing interrogation. Interrogationന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കണേ പ്രസിദ്ധ, INTERROGATION, interrogation, വിചാരണ. Inoculate drugs are hazardous. Inoculate drugs അല്ല ശിവ, inoculating drugs are. ഡ്രഗ്സ് ഇനോക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഇനോക്കുലേറ്റഡ് ഡ്രഗ്സ് പറഞ്ഞു, അപ്പോൾ അത് അഡ്ജക്റ്റീവായിട്ട് ഇനോക്കുലേറ്റിന് വരാം, അപ്പോൾ കുഴപ്പമില്ല. The tourist guide assured them not to move to the restricted area. Okay. Our forces must be vigil. must be കഴിഞ്ഞിട്ട് വിജിൽ പറ്റില്ല, അത് പറയാൻ പറ്റില്ല കേട്ടോ. എന്താ വെച്ചാൽ മസ്റ്റ് ബി വിജിൽ എന്ന് മസ്റ്റ് ബി കഴിഞ്ഞിട്ട് നൗൺ ഉപയോഗിക്കാൻ പറ്റില്ല ശിവ അവിടെ. ഓക്കെ, അഡ്ജക്റ്റീവ് കൊടുത്തു, കുഴപ്പമില്ല. The opposition party relentlessly opposed the decision of privatization of government sector. I decided to adhere to the rules of the group. Great. If extent verb, then extension noun ആണോ? അതെ,
അല്ലല്ല ജെർലിനെ നീ സ്പെല്ലിങ് ശ്രദ്ധിക്കുന്നില്ല. എക്സ്റ്റെൻഡ് നിന്നെ ഞാനുണ്ടല്ലോ, നീ നോക്കിക്കേ, എക്സ്റ്റെൻഡ് ഞാനിവിടെ മലയാളത്തിൽ പറഞ്ഞതാ. എക്സ്റ്റെൻഡ് ടി ആണെങ്കിൽ നൗൺ ആണ്. നീ ഇപ്പം എഴുതിയേക്കുന്നുണ്ടോ എക്സ്റ്റെൻഡ് വേർബ് ആണെങ്കിൽ എന്ന്? മനസ്സിലായോ? എക്സ്റ്റെൻഡ് വേർബ് അല്ല, എക്സ്റ്റെൻഡ് നൗൺ ആണ്. എക്സ്റ്റെൻഡ് ഈ പരിധി വരെ നീ ഉദ്ദേശിച്ച എക്സ്റ്റെൻഡ് ഇല്ലേ, ആ എക്സ്റ്റെൻഡ് ഈ എക്സ്റ്റെൻഡ് ചെയ്യുക, ഈ എക്സ്റ്റെൻഡാണ് നീ ഉദ്ദേശിക്കുന്നത്. ഡി ആണ് എക്സ്റ്റൻഷൻ. അതെ, നൗൺ ആണ്. ആ എക്സ്റ്റൻഷൻ നൗൺ ആണ്. സൽമാൻ ഖാൻ അബ്സോർബ്ഡ് ഫ്രം ദ റീസെന്റ് കേസസ് ചാർജ് അഗൻസ്റ്റ് ഹിം. ഓക്കെ, സൽമാൻ ഖാൻ അബ്സോർബ്ഡ് ഫ്രം അല്ല കേട്ടോ കൊടുക്കേണ്ട, എൻ ജെ അതിൽ കൊടുക്കും സൽമാൻ ഖാൻ ഈസ് അബ്സോൾവ്ഡ് ഫ്രം. ഈസ് അബ്സോൾവ്ഡ്. അപ്പോൾ അബ്സോൾവ്ഡ് ഇവിടെ കൊടുത്തേക്കുന്നതിൽ മെയിൻ വേർബ് ആയിട്ട് അബ്സോൾവ് ചെയ്യപ്പെട്ടു. പാസിവൈസേഷൻ അവിടെ വേണം, പാസീവ് വോയിസ് വേണം. In order to make her essay perfect, he cited the writings of famous writers. Great. GM cited the adherence of his subordinates. Adherence to his subordinates and their extent of work. എന്ന് പറയണം. I have done something unwittingly to you. Okay. He cited examples for Giffen and Webel goods. Okay. Veblen goods. Okay. It was Marthanda Varma who extended the Travancore. Okay. The British government had cited a dominant status to India after Second World War. After Second World War took place എന്ന് വേണമെന്നില്ല. ഉണ്ടെങ്കിലും കുഴപ്പമില്ല. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ് കേട്ടോ ശരത്തെ. കാര്യം ആഫ്റ്റർ ഈസ് എ പ്രിപ്പോസിഷൻ ആസ് വെൽ. അപ്പോൾ പിന്നെ ഇതിൻ്റെ ആവശ്യമില്ല. ബട്ട് ഇതും കറക്റ്റ് ആണ്. The leader of opposition reiterated the governor had acted unlawfully by summoning the VC and demanding to latter to grant, okay, and honorary dlit to president. Okay, the killer is absolved from his bail. Alla, killer is absolved. Siddhara, killer is absolved. Passivization വേണം കേട്ടോ. പിന്നെ due to lack of evidence, the culprits are absolved. Great. I always make different timetables to study, but I have never adhered to it more than a week. Okay. We are relentless in your study. Study അല്ല കാർത്തിക, നമ്മൾ പഠിച്ചതാണ്. സ്റ്റഡി എന്നുള്ള വാക്ക് അല്ല. സ്റ്റഡി ഈസ് പഠനം. പ്ലൂറൽ വേർബ്, പ്ലൂറൽ നൗൺ ആണ്. The court absolved him from the case. അത് കറക്റ്റാണ്. SCIGHT സൈറ്റ് ഇല്ലല്ലോ. അങ്ങനെ വർക്ക് എനിക്കൊന്ന് കൺഫ്യൂഷൻ അടുപ്പിക്കാൻ വേണ്ടി അവർ ഇടാറുണ്ട്. അങ്ങനെ വാക്കില്ല. Citizens should show adherence to their nation. The court has absolved the person after scrutinizing the evidence presented by the police. Okay. Festival season assured the entry of several entertainment ventures in the digital world. The court absolved the teenager from crime, citing its extent. Okay. Subordinates must adhere to the rules and regulations of the service. Illinois adherence later marked the development of Travancore, and it was Marthanda Varma who made him as a captain after the defeat of the Dutch. Dutch എന്നൊക്കെ എഴുതുമ്പോൾ ഡി ക്യാപിറ്റൽ കൊടുക്കണം കേട്ടോ ഹക്ന, അല്ലെങ്കിൽ ഈ പണിവാളും അവർ ഇതല്ലേ language as well as ഈ പറയുന്ന people. Dogs show adherence towards its honor. Correct ആണ്. After reiterating efforts and vigil, the government was successful in containing the pandemic to a great extent. Okay. Yeah. People of Kerala lack adherence to government jobs. Okay, you missed the deadline. Yeah, we can rely on him. Sometimes he unwittingly let the cat out of the box. Okay, great. The extent of his game is too long. Unwittingly, he committed with a crime. Pharmaceutical companies are on the path of relentless endeavors to battle against the pandemic. Must be in vigil. Correct, Srikala. Yeah, must be in vigil. Correct. You're right. That's correct. Must be vigil. Must be in vigil. Correct. He was absolved from the hospital after a week treatment. After a week treatment. Okay. After a week treatment. Oh, correct. Adjective item obeyche. Correct. I'm sorry that I made a mistake unwittingly. Okay. Police absolved the man whom they arrested unwittingly. Absolved the man whom they okay, correct. Your class are extend to me. Are extend noun. Adetta. Your classes are an extent for me to notice my weak areas. Keto Nishana. You should cite more examples to support the research findings. I unwittingly dropped a bad while traveling. Most junior employees are adhered to their superiors. Okay. Habitual offenders absolved from
The caught with money and manipulation. Yes. Our teacher always cites a number of examples while running the class. Great. Interview board cited me as a good candidate. That's great. Nambi Narayanan was absolved from all charges in ISRO spy case after 2 decades of its inception. Okay. I mistook the 50 mission for the descriptive batch. I'm already attending the practice batch. Oh God, Sindhu, പറ്റില്ല. അത് പറ്റില്ല. ഡിസ്ക്രിപ്റ്റീവിൻ്റെ ബാച്ച് ഞാൻ വരുന്നുള്ളെന്ന് പറഞ്ഞായിരുന്നല്ലോ. അയ്യോ, അത് പറ്റില്ല കേട്ടോ. അങ്ങനെ സ്വാപ്പിംഗ് പറ്റില്ല. അതൊരു പ്രശ്നമാണ്. അത് പറ്റില്ല കേട്ടോ. അൺവിറ്റിംഗ്ലി ഐ ഫേസ്ഡ് എ ഫെയിലിയർ ഇൻ ദ എക്സാമിനേഷൻ. അത് നമുക്ക് നടക്കില്ല. മാനേജ്മെൻറ്റിനോട് പറഞ്ഞാലും കാര്യം നടക്കില്ല. അത് നമ്മൾ ഒരുപാട് കുട്ടികൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇതിലും വലിയ സിറ്റുവേഷനിൽ കുട്ടികൾ ചോദിച്ചിട്ട് വി കുഡിൻ ഡു ഇറ്റ്. അപ്പോൾ അത് പറ്റില്ല കേട്ടോ. ഐ എം സോറി, ഐ എം ഹെൽപ്ലെസ്. ആ കാര്യത്തിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല. ഐ ലിസൺ ടു ഹിം ടു നോ വാട്ട് എക്സ്റ്റെൻറ്റ് ഹി ലൈസ് ടു മീ. To what extent? Okay. The court absolved all cases against Jason. Unwittingly, that secret fell out of my mouth. Okay. അടുത്തലോട്ടൊന്ന് പോവുകയാണെ നമുക്ക് നോക്കാം. അടുത്ത stringent. Next last set of synonyms ആണ്. Stringent means strict, firm, rigid, rigorous. Adjective ആണ്. Okay. അടുത്തൊരു സെൻറ്റൻസ് നോക്കട്ടെ. We should be vigilant അല്ല കേട്ടോ. We should be in vigil to avoid Omicron attack കേട്ടോ. PVP. ഞാൻ എന്തുകൊണ്ട് പറഞ്ഞതെന്ന് വെച്ചാൽ വിജിൽ എന്ന് പറയുന്നത് നൗൺ ആണ്. അപ്പോൾ അത് നൗൺ യൂസേജ് ആയിട്ട് ഉപയോഗിക്കുള്ളൂ. നോട്ട് യൂസിങ് ആസ് എ, അല്ലെങ്കിൽ വി ഷുഡ് ബി വിജിലൻ്റ് എന്ന് കൊടുക്കണം. വി ഷുഡ് ബി വിജിലൻ്റ് ടു അവോയ്ഡ്, അതായത് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കാം. I unwittingly met my friend yesterday. All right. Accidentally. Manager cited her adherence to the company policies during his speech. Okay. Her adherence to rule of law is quite laudable. That's great. You have to adhere to the government rules while doing an extension in construction. Okay. The patient was absolved from the hospital. അല്ലല്ല, അങ്ങനെ അവിടെ അബ്സോൾഡ് ഡിസ്ചാർജ്, ആ ഡിസ്ചാർജ് അല്ല മീനിങ്. ശ്രദ്ധിക്കണേ. കൾപ്രിറ്റ്സിൽ നിന്ന് എന്താ പറയുക, ക്രൈമിൽ നിന്ന് ഫ്രീ ആകപ്പെടുക, ആ ഡിസ്ചാർജാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്യുക, ആ മീനിങ് അബ്സോൾവിന് വരില്ല. ആ ഡിസ്ചാർജ് അവിടെ ഡിസ്ചാർജ് എന്ന് പറയണം. പുറത്ത് അല്ലേ ഡിസ്ചാർജ് ചെയ്തു, ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു, സംതിങ് ഡിഫറെൻറ്റ്. ബട്ട് അബ്സോൾവ് അതല്ല. ഞാൻ വീണ്ടും എടുത്ത് പറയണത്, ലോയിൽ നമ്മൾ പറയില്ലേ ക്രൈമിൽ നിന്ന് വിമുക്തനാകുക, അതിനെയാണ് പറയാം. ചാർജിൽ നിന്ന് വിമുക്തനാകുക, അതാണ് വീണ്ടും എടുത്ത് പറയുകയാണത്. The absolved culprit is found dead. Okay. The extent of writing can be improved alla Ismaya, can be improved with consistent effort. The witness cite to the police, cites or cited to the policemen that this is the culprit. Okay. Yesterday I unwittingly അപ്പോൾ സൈറ്റ്സ് കൊടുക്കണം, അല്ലെങ്കിൽ സൈറ്റഡ് വരണമായിരുന്നു. ദിസ് ഇസ് വരുമോ, അല്ലെങ്കിൽ സൈറ്റഡ് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് ടെൻസ് വന്നതിനത്. Yesterday I unwittingly met my old colleague. Always attend the previous question paper to know or extent of upcoming exams. Yeah. He was charged with a case against unwitting homicide. Okay. The BSF tightened security and vigil at border areas ahead of PM Modi's visit to parts of Tripura and Manipur. Akhil, എൻ്റെ ഇമെയിൽ ഐ ഡി തരാം. ഓക്കെ. നല്ല തിരക്കാണ്, അതുകൊണ്ടാണ്. മെയിൽ തരുവാണെങ്കിൽ ഞാൻ മെയിൽ തിരിച്ചടിക്കാം. വി കൻ ഹാവ് എ കോൺടാക്ട്. ഓക്കെ. എൻ്റെ മെയിൽ ഐ ഡി ഇതാണ്. rintu.sebastian@ada247.com. rintu .sebastian@ada247.com ഒഫീഷ്യൽ മെയിൽ ഐ ഡി ആണ് കേട്ടോ. യു ക്യാൻ ഇമെയിൽ മീ and ചോദിക്കാം എന്താണെന്ന് വെച്ചാൽ. Even a single innocent person should not be punished, although there is absolving of numerous culprits. Okay. Yeah. Adherence of British rule adherence of British rule അല്ല കേട്ടോ. Adherence to British rule makes extended made extended the colonialism, not the blue wings. Be adherence to those who does selfless act. Teachers always cite the famous personalities to the students to achieve their goals. The candidates should adhere to the guidelines. Okay. Manager always wants his staff adherent to him. Okay. The extension made by Rajya Sabha towards a women membership will leads പറയില്ലല്ലോ ശരണ്യ. വില്ല് കഴിഞ്ഞിട്ട് ലീഡ്സോ, മോഡൽസ് കഴിഞ്ഞിട്ട് V1 will lead women empowerment. will lead women empowerment അല്ല, will lead to women empowerment. അതിലേക്ക് നയിക്കും. I admitted that I had made the mistake unwittingly, but he reiterated the extent of my mistake. Okay. In adherence to me, to miss extend the class to sites. Okay. In adherence to me, comma, to miss extend ആണോ വരിക, extends or extended എന്നുള്ള രീതി വരും, മീനിങ് വരുമ്പം കേട്ടോ. extended the class. Okay. To cites me വരില്ല കേട്ടോ മലെ. to cite me 2 കഴിഞ്ഞിട്ട് 2 plus V1 വെർബിന്റെ ഫസ്റ്റ് ഫോം. അടുത്താണ് dearth. dearth means noun ആണ്. lack, കുറവ്, scarcity, inadequacy or shortage, shortfall, deficiency, paucity.
ഇതൊക്കെ വാക്കുണ്ട്. ഇൻആഡിക്വസി, adequate ആണെങ്കിൽ adequacy അറിയാമായിരിക്കുമല്ലോ. ഇൻആഡിക്വസി, പോസിറ്റി, ഡെഫിഷ്യൻസി, ഷോർട്ടേജ്, ഷോർട്ട് ഫോൾ, സ്കേഴ്സിറ്റി, ലാക്ക്, ഡെർത്ത് എന്ന് പറയാം, കുറവ്. ഓക്കെ, അടുത്താണ് ഓവർവെൽമിങ്. അഡ്ജക്റ്റീവ് ആണ്. ഓവർവെൽമിങ് മീൻസ് പ്രൊഫ്യൂസ്, ഒരുപാട്. നമ്മൾ എന്നാൽ പറഞ്ഞത് ഒരുപാട്. ബിഗ്, വെരി ലാർജ്, എനോമസ്, ഇമെൻസ് എന്നൊക്കെയാണ് അർത്ഥം. ഓക്കെ, he didn't tell sorry even though he hit on her unwittingly. Okay, the extent of the spread of bird flu is immense. Yes. KPSC ഷോർട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലുണ്ട്, അതിൽ PDF ഇല്ല. ഇനി വേറെ ഗ്രൂപ്പ് ഉണ്ടോ, അതിലാണ് ജോയിൻ ചെയ്യാൻ പറഞ്ഞത്? അല്ലല്ലല്ല. ഓക്കെ. ഞാൻ പറഞ്ഞത്, ആഗ്ന പെയ്ഡ് സ്റ്റുഡൻ്റ് അല്ലേ? എൻ്റെ ചോദ്യം ഇതാണ്, ആഗ്ന പെയ്ഡ് സ്റ്റുഡൻ്റ് അല്ലേ? നൗണ് പഠിപ്പിച്ചപ്പോൾ ക്ലാസ്സിലുണ്ടെന്ന് പറയുമ്പോൾ നൗൺ ഇന്നലെ ഞാൻ പഠിപ്പിച്ചത് ഹൈക്കോടതിൻ്റെ മിഷൻ 50 ബാച്ചിലാണ്. അതിന് പുതിയ ബാച്ച് ഉണ്ട്. ഈ KPSC ഷോർട്ട് സെലക്ഷൻ നമ്മുടെ കോമൺ ബാച്ചാണ്. യൂട്യൂബ് ചാനൽസിലുള്ളവർക്കും പെയ്ഡ് സ്റ്റുഡൻസും എല്ലാവരും കൂടെ ഉള്ള ബാച്ചാണ്. നമ്മുടെ കോമൺ അഡാപ്റ്റ് 24/7 ചാനലിലാണ്. ബട്ട് ഓരോ സ്റ്റുഡൻസ് നമ്മൾ സെപ്പറേറ്റ് ചാനലുണ്ട് ഓരോ ബാച്ചസിനും. അഗ്ന അതറിയില്ല എന്ന് തോന്നുന്നു. ആ ബാച്ചിൻ്റെ കാര്യമാണ് പറയുന്നത്. എനിക്ക് മെസ്സേജ് അയക്കൂ കേട്ടോ, നമുക്ക് അതിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഹിസ് റിഗ്രസ് നേച്ചർ മെയ്ഡ് ഹിം to fell into many issues. Minister VK Vasavan unwittingly met an accident yesterday. Yeah. Flared up idiom ആയിരിക്കില്ല. Flared up is a ഇത് എന്താണ്, phrasal verb. Yes. Government have to make stringent rules to control corruption among government employees. Stringent rules are difficult to pursue. He unwittingly crashed his car. Unwittingly, he committed a crime. Sundar Pichai follows adherence, hard work, etc. for his successful career. Okay. Principal point out the importance of adherence to COVID, appropriate behavior in school. The relentless revelation of his innocence absolved him from the crime. Stringent restrictions should be imposed to tackle the third wave of COVID-19. Okay, stringent actions will be taken against the trespassers. Okay, stringent action should be taken against those who violate laws. Every stringent fathers will be cool to their grandkids. Okay, the other experience in the പറഞ്ഞ undallo Karthika. Gandhiji had a stringent bohemian while doing satyagraha in South Africa. Okay, yeah, okay. സ്ട്രിഞ്ചന്റ് ബൊഹീമിയൻ ഇസ് അഡ്ജക്റ്റീവ് ആണല്ലോ അവിടെ, അല്ലെങ്കിൽ ഒരു ബൊഹീമിയൻ ഒരു വ്യക്തിയെ പറ്റിയാണോ പറഞ്ഞത് സ്ട്രിഞ്ചന്റ് ബൊഹീമിയൻ എന്ന് പറഞ്ഞാൽ? അല്ലെങ്കിൽ ബൊഹീമിയൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഇതാണ്, ഒരു അഡ്ജക്റ്റീവ് ഫോർമുലേഷനാണ് ബൊഹീമിയൻ കേട്ടോ. ബൊഹീമിയൻ ലൈഫ് സ്റ്റൈൽ എന്നൊക്കെ നമ്മൾ പറയുന്നത് ഇറ്റ്സ് അഡ്ജക്റ്റീവ് കേട്ടോ ശരത്തെ. അപ്പോൾ ആ യൂസേജിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, അടുത്ത വാക്ക് നോക്കിയേ. അടുത്ത വാക്ക് ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ ചുമതലയേൽപ്പിക്കുക അല്ലേ, അപ്പോയിന്റ് ചെയ്യുക, വേർബാണേ. ഡെസിഗ്നേഷൻ ആണ് നൗണ്, മറന്നു പോരുത്. ഇനി ഓരോന്ന് എഴുതുമ്പോഴും ഞാൻ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് നൗണും പറഞ്ഞു തരുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾ ഇതാക്കും. ഡെസിഗ്നേഷൻ നൗണ്, ഡെസിഗ്നേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അപ്പോയിന്റ് ചെയ്യുക, നോമിനേറ്റ് ചെയ്യുക, ഡെപ്യൂട്ട് ചെയ്യുക. അപ്പോൾ വേറൊരർത്ഥം കൂടെ ഉണ്ട് ഡെസിഗ്നേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഡെസിഗ്നേറ്റ് എന്ന് പറഞ്ഞാൽ ക്ലാസിഫൈ ചെയ്യുക, ലേബിൾ ചെയ്യുക, പേര് അല്ലേ, ഇങ്ങനെ ഈ ഒരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുക, ക്ലാസിഫൈ ചെയ്യുക, ലേബിൾ ചെയ്യുക കേട്ടോ. ഡെസിഗ്നേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം ഓർത്ത് വെച്ചോണേ. നോക്കട്ടെ, സെൻറ്റൻസ് നോക്കട്ടെ. The dearth of evidence made the court to absolve the accused. Okay, Kurup had to escape from stringent rules of Air Force. Okay, Prasida. Dearth of COVID vaccine made situation more vulnerable in India. Okay, during the lockdown time, Kerala police stringent their patrolling. Jerik say, അവിടെ stringent എന്ന് പറഞ്ഞ adjective ആണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ എന്ത് കൊടുക്കണം, അവർ അത് സ്ട്രിക്റ്റ് ആക്കി എന്നാണെങ്കിൽ മെയ്ഡ് സ്ട്രിഞ്ചൻറ്റ് കൊടുക്കുക. ഡ്യൂറിങ് ദ ലോക്ക്ഡൗൺ ടൈം കേരള പോലീസ് മെയ്ഡ് സ്ട്രിഞ്ചൻറ്റ് പെട്രോളിംഗ്, സ്ട്രിക്ട് പെട്രോളിംഗ് എന്ന് കൊടുക്കുക കേട്ടോ. മെനി പീപ്പിൾ, അത് അഡ്ജക്റ്റീവ് അതുകൊണ്ടാണ്. മെനി പീപ്പിൾ ആർ സ്റ്റിൽ ഫേസിങ് ഡെർത്ത് ഓഫ് ബേസിക് അമ്യൂണിറ്റീസ്. ഡെർത്ത് ഓഫ് നോളജ് ഇൻ കറണ്ട് അഫയേഴ്സ് ലീഡ്സ് ടു ഫെയിലിയർ ഇൻ കോമ്പറ്റേറ്റീവ് എക്സാംസ്. കേട്ടോ രോഹിണി, ലീഡ്സ് ടു. കുഴപ്പമില്ല, ഡെയിലി കറണ്ട് അഫയേഴ്സ് സെഷൻ ഉണ്ട് 8 മണിക്ക്, അത് വന്ന് കണ്ടാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന ഡെർത്ത് ഉണ്ടാവില്ല. ബൈ സൈറ്റിംഗ് സം പോയിന്റ്സ് which are adherence to the law, the court absolved the suspect. Great. I hate her because of her stringent character. Okay. Heathcliff's stringent ill treatment deteriorated Isabella's health and it led to her death. അല്ലേ, ഹീത്ത്ക്ലിഫിൻ്റെ വേണ്ട ആജ്ഞ, അപ്പോൾ ഹീത്ത്ക്ലിഫ്സ് കൊടുക്കുക കേട്ടോ, അപ്പസ്ട്രോഫിയസ് കൊടുക്കുക. ഡെർത്ത് ഓഫ് ന്യൂട്രീഷൻസ് വിൽ അഫക്ട് കിഡ്സ് ഗ്രോത്ത്. കിഡ്സിൻ്റെ ഗ്രോത്ത് അല്ലേ, അപ്പോൾ അപ്പസ്ട്രോഫി കൊടുക്കണേ നിഷാന. സ്ട്രിഞ്ചന്റ് റൂൾസ് ഇസ് ഫോളോഡ് ഇൻ സ്കൂൾ. യാ, അയ്യോ, സ്ട്രിഞ്ചന്റ് റൂൾസ് ഈസ് അല്ല, സ്ട്രിഞ്ചന്റ് റൂൾസ് ആർ നീതു. കാര്യം സ്ട്രിഞ്ചന്റ് റൂൾസ് പ്ലൂറൽ അല്ലേ, അപ്പോൾ പ്ലൂറൽ നൗൺ കൊടുക്കണം. ഗവൺമെന്റ് ടുക്ക് സ്ട്രിഞ്ചന്റ് ആക്ഷൻസ് അഗൈൻസ്റ്റ് ദോസ് സെല്ലിംഗ് narcotic substances near the school. Yeah, overwhelming expenditure of money will lead to death.
എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ തന്നെ ചിലവെന്ന് വരില്ലേ, പിന്നെ മണിയെന്ന് വേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല, അത് സൂപ്പർ ഫ്ലോസ് ആയി മാറും, അതാണൊരു പ്രശ്നം. ഓക്കെ, അടുത്ത് നോക്കാം. ഓവർവെൽമിംഗ് ജോയ്സ് എക്സ്പീരിയൻസ് വൈൽ വി ആർ വിത്ത് അവർ ഡിയർ ആൻഡ് നിയർ വൺസ്. ഓക്കെ, അപ്പോൾ അഗ്ന എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചു, അതാ എനിക്ക് മനസ്സിലായി. നൗണിൻ്റെ ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ പെയ്ഡ് ക്ലാസ് ആണ്, അപ്പോൾ എനിക്ക് മെസ്സേജ് അയക്കുക. വി ഹാവ് എ അനദർ ഗ്രൂപ്പ് കേട്ടോ, നമ്മുടെ ഒരു വേറെ ഗ്രൂപ്പ് ഉണ്ട്, അതിൽ ആ നൗൺസിൻ്റെ സെറ്റ് എല്ലാം ഞാൻ കൊടുത്തു, പ്രാക്ടീസ് സെറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. Stringent parents make introvert kids in many cases. Okay, baby cried because of its father's stringent behavior. Great. Behavior spelling ശ്രദ്ധിക്കണം ഇനി. BEHAVIOUR ഉണ്ട് കാര്യം, ഇത് അമേരിക്കൻ സ്പെല്ലിംഗ്, VOUR ആണ് നമ്മുടെ ബ്രിട്ടീഷ് സ്പെല്ലിംഗ്. In 1990, India has faced dearth economic funds. Dearth economic funds പറയില്ല ശരത്തെ, dearth of economic funds, scarcity of economic funds, which had to take and loan from അങ്ങനെ പറയില്ല. ഇനി in 1990 India has faced ഒന്നും പറയില്ല, കാര്യം എന്താ, in 1990 വരുമ്പോൾ തന്നെ അത് സിമ്പിൾ പാസ്റ്റിന്റെ യൂസേജ് വേണം, അപ്പം ഇങ്ങനെ കൊടുക്കാം. In 1990 India faced a dearth of economic funds which lead to taking a loan from World Bank, which led to COP26, the UN's climate change conference attended by the member countries that signed the UN Framework Convention on Climate Change to secure net zero carbon emissions hazardous to the environment. ആ സെൻറ്റൻസ് വലിയ സെൻറ്റൻസ്, കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ആയേ, പക്ഷേ മീനിങ് ഫുൾ അല്ല ടോൺ ഓഫ് അല്ലേ, അതൊന്ന് റീവർക്ക് ചെയ്യണം, അത് മീനിങ് ഫുൾ അല്ല, കംപ്ലീറ്റ് വന്നിട്ടില്ല അവിടെ. People who made sexual harassment towards children should give stringent imprisonment. Okay. His friends can't put up with his stringent behavior towards him. Put up with this എന്ന് പറഞ്ഞാൽ അവൻ്റെ ഇതുമായിട്ട് പിന്നെ towards them വേണം. Okay. Correct. Sorry Kirti. There's a dearth of doctors now. Okay. Maharashtra government comes with stringent rules മതി. Stringent of rules വേണ്ട സൗമ്യ, comes with stringent rules due to increased COVID cases. Okay. Police should take stringent action against goons and state capital. Due to the stringent character of the employer, there is a dearth of permanent employees in the organization. Okay. The film wins overwhelming response from the audience. Overwhelming emotion does not make a solution to the real enigma. Okay. Initial periods of COVID-19, India faced dearth of vaccine. During the initial periods of COVID-19, India faced. Okay. She got an overwhelming welcome in her old college on clearing her civil service exam. Okay. During COVID situation, there was a dearth in salary by companies. Okay. He made a stringent approach to tackle the problem, but unfortunately it becomes fruitless. Dearth of oxygen cylinders was a vulnerability caused by COVID-19. There comes a person who will be designated as the new president of India. Okay. She was overwhelmed with joy when she heard her son's victory. Okay. Arab countries have stringent rules compared to India. Yeah. I have received an overwhelming response from my family when they came to know that I cracked HCA. Wow. Railway board designates the new chairman, and new venda, one chairman of railway sector. Okay. He does everything in consensus with his insight. Okay. The dearth of stringent rules leads to അല്ലെങ്കിൽ led to കൊടുക്കണം ബില. ഡെർത്ത് അല്ല അവിടുത്തെ സബ്ജക്റ്റ്, സ്കേഴ്സിറ്റി ആണ് അവിടുത്തെ സബ്ജക്റ്റ്. ശ്രദ്ധിക്കണേ, ഈ ചെറിയ ഇത് മതി മാർക്ക് പോകാൻ. Corruption in government system and the rift. Stringent restrictions should be imposed to tackle the third wave of COVID-19. My husband is designated as the head of program committee of a family temple. There's a dearth of civil sense among people in public space. Dearth of vaccine leads to increase in COVID cases. I am overwhelmingly excited when I was overwhelmingly excited when I was designated as the leader of the class. Ketokiti, member countries of UNFCCC has made a consensus to tackle the climate change. He was designated as a college chairman candidate. Stringent caste system in India labeled India as a mental asylum. Unofficial designates end designates yet to be abolished all over the country. അവിടെ ഡെസിഗ്നേറ്റ് വേർബ് അല്ലേ, നോക്കിക്കേ, ഡെസിഗ്നേഷൻ എന്ന് കൊടുക്കണം. അൺഒഫീഷ്യൽ ഡെസിഗ്നേഷൻ ഈസ് യെറ്റ് ടു ബി അബോളിഷ്ഡ് ഓൾ ഓവർ ദ കൺട്രി, അങ്ങനെ കൊടുക്കാം. She was overwhelmed to hear, കേട്ടോ ശരത്തെ, she was overwhelmed to hear her promotion to the financial department. A dearth in nutrition made her less immune to disease. Committee has decided to designate
Shukla as the chairman. KCB face huge dearth of power. KCB faces അല്ലെങ്കിൽ ഫേസ്ഡ് കൊടുക്കുക ശിവ സബ്ജക്റ്റ് അനുസരിച്ച്. അടുത്ത കൺസെൻസസ്. കൺസെൻസസ് നൗൺ ആണ്. അഗ്രിമെന്റ്, ഹാർമണി, കോൺകോർഡ്, കൺസെന്റ് എന്നാണ് മീനിങ്. അതായത് അഗ്രിമെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ അഗ്രി ചെയ്യുന്ന ഒരു കാര്യം. അടുത്ത ഹാർമണി, ഇൻ ഹാർമണി വിത്ത് സമ്മൺ, അല്ലെങ്കിൽ കോൺകോർഡ് അഗ്രിമെന്റ് ആണ്, അല്ലെങ്കിൽ കൺസെന്റ് ഇത് കൊടുക്കുകയാണ്. എന്താണ് കൺസെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ യെസ് കിട്ടുക, അഫർമേറ്റീവ് കിട്ടുക, അനുവാദം കിട്ടുക. ദാറ്റ് ഇസ് കൺസെൻസിന് അനുവാദം എന്നൊരു അർത്ഥമുണ്ട് കേട്ടോ. അടുത്ത വാക്ക് ഹോമോലോഗസ്. ഹോമോലോഗസ് മീൻസ് സിമിലർ അല്ലെങ്കിൽ കമ്പയറബിൾ, ഇക്വലന്റ്, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ സിമിലർ ആണ്, ലൈക്ക് ആണ്, അതുപോലെ തന്നെയാണ്, കറസ്പോണ്ടിങ് ആണ് എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ഹോമോലോഗസ് എന്ന വാക്കിൻ്റെ അർത്ഥം. ഓക്കെ, ഓർത്ത് വെച്ചോട്ടോ. ഹോമോലോഗസ് എന്ന വാക്കിൻ്റെ മീനിങ് ഓർത്ത് വെക്കുക. പിന്നെന്തായിരുന്നു? ഗവൺമെന്റ് വാസ് ഡെസിഗ്നേറ്റഡ് ടു അണ്ടർടേക്ക് ദി റോൾ ഓഫ് വൈസ് ചാൻസലർ ഓഫ് കണ്ണൂർ ഗവർണർ. ഓക്കെ, Kannur University. African countries are facing acute dearth of food and necessities. Yeah, he was designated as CEO of the company. Seeing my parents, I was overwhelmed with joy after 2 years. Okay, my mother designated as assistant engineer in prominent company. During the second wave of COVID-19, we faced dearth of hospital staffs. Okay. അത് മനസ്സിലായി. ഹസാഡസ് വെച്ചിട്ട് സെൻറ്റൻസ് ഫ്രെയിം ചെയ്താൽ എനിക്ക് മനസ്സിലായി നൗഫൽ, ഞാൻ അതാ പറഞ്ഞത്. പക്ഷേ സെൻറ്റൻസിൻ്റെ വേർബ് വെച്ച് മീനിങ് കംപ്ലീറ്റ് ആയിട്ടില്ല നൗഫൽ, അതാ പറഞ്ഞത്. സെൻറ്റൻസ് കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ് ആയി. ഞാൻ ഇന്നാൾ പറഞ്ഞിട്ടില്ലേ, ഡോണ്ട് ഫ്രെയിം കോംപ്ലിക്കേറ്റഡ് സെൻറ്റൻസ്, യു ക്യാൻ ഫ്രെയിം കോംപ്ലെക്സ് സെൻറ്റൻസ്, ഇഷ്യൂ കുഴപ്പമില്ല. ഇഫ് എ പേഴ്സൺ ഡെസിഗ്നേറ്റ് ആൻ ഏജൻറ്റ്, if a person designate an agent അല്ല, if a person designates an agent, there should be a consent between them. Designates കേട്ടോ ജിന, subject is singular, engil verb singular. Suresh Gopi is the first person in Malayalam film industry who is designated into Rajya Sabha. Who designated alla, who was designated into, അല്ലെങ്കിൽ who is designated into. Basil was overwhelmed for the support he received. Okay, her presence brought overwhelming happiness in me. Okay, the dearth of stringent policies is a curse of tackling with climate change. യെസ് യെസ് സമീറ, ഓഫ് കോഴ്സ് ബ്രിട്ടീഷ് ഇംഗ്ലീഷേ ഉപയോഗിക്കാൻ പാടുള്ളൂ, അമേരിക്കൻ ഇംഗ്ലീഷ് തെറ്റാ, നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാമിന് ഉപയോഗിക്കാൻ പറ്റില്ല. അത് വളരെ ഇൻഫോർമൽ ആയ യൂസേജ് ആണ് കേട്ടോ. ഐ ഹാവ് റിസീവ്ഡ് ഓർ ഐ റിസീവ്ഡ്, വിച്ച് വൺ ഈസ് കറക്റ്റ്? രണ്ടും കറക്റ്റ് ആണ്. ഐ റിസീവ്ഡ് എന്ന് പറഞ്ഞാൽ അത് പാസ്റ്റ് ടെൻസിലായി, ഐ ഹാവ് റിസീവ്ഡ് ആണെങ്കിൽ അതിന് പ്രസന്റ് പെർഫെക്റ്റിലായി, ടെൻസ് ചേഞ്ച് മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന് ടൈം ഫ്രെയിം നോക്കണം. ടൈം ഫ്രെയിം അനുസരിച്ച് ഐ ഹാവ് റിസീവ്ഡും ഐ റിസീവ്ഡും വരത്തുള്ളൂ എന്നുള്ളതാണ് പ്രശ്നം. Janaki was designated as the president of the committee. Due to dearth of evidence, she was acquitted from crime. But there are times when least will become most important. Okay, great. I was overwhelmed by her care and love. They came into a consensus about the matter. There should be consensus among our fellow beings. Overwhelmingly, പറയുമോ? അത് പറയും. നീതു അതെന്താണെന്നറിയോ? ഓവർവെൽമിങ് അഡ്ജക്റ്റീവ് അല്ലേ, അപ്പോൾ അഡ്വേർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ ഓവർവെൽമിംഗ്ലി പറയണം. ഓഫ് കോഴ്സ് പ്രൊഫ്യൂസ്ലി, ഓവർവെൽമിംഗ്ലി പറയും, അത് അഡ്വേർബ് ആണല്ലോ. വ്യത്യാസമുണ്ട്, രണ്ടിന് പാർട്സ് ഓഫ് സ്പീച്ചിന് വ്യത്യാസമുണ്ട്. ദർ ആർ ഡെർത്ത് എന്ന് പറയില്ല NJ. ദർ ഇസ് സ്കേഴ്സിറ്റീസ് എന്ന് പറയില്ല. സ്കേഴ്സിറ്റി കുറവ് എന്നേ പറയുള്ളൂ. കുറവ് ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ, സ്കേഴ്സിറ്റി ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ, ഡെർത്ത് ഇസ് എൻ അൺകൗണ്ടബിൾ നൗൺ. ദർ ഇസ് സ്കേഴ്സിറ്റി ഓഫ് ക്യാൻഡിൽസ് എന്നാ പറയാ. ദർ ഇസ് സ്കേഴ്സിറ്റി ഓഫ് ക്യാൻഡിൽസ്. അവിടെ ക്യാൻഡിൽസ് വന്നുകൊണ്ടല്ലേ 6 കൊടുത്തേ. അപ്പോൾ ക്യാൻഡിൽസ് അല്ല അവിടുത്തെ സബ്ജക്ട്, സ്കേഴ്സിറ്റി ആണ് അവിടുത്തെ സബ്ജക്ട്, അല്ലെ ഡെർത്ത് ആണ് അവിടുത്തെ സബ്ജക്ട്. ദർ ഇസ് ഇത് കൊടുക്കണം കേട്ടോ. Dearth of food is prevailing in many countries like Somalia. Okay, because of the dearth of stringent laws, many culprits are absolved. Okay, recent consensus between SBI and Paytm would spearhead the task of card tokenization. It's a pity that priests preaching gospels are considered homologous to clowns conveying danger. The police made stringent measures during the New Year Eve in order to avoid homologous situation happened last year. I waited for the consensus in their appearance. During the cell division, homologous pairs are formed. Yeah. Amit Khare is designated as PM's private secretary. My behavior is homologous to that of my best friend. Okay. History says failed consensus makes war among countries. Okay, great. During the second wave of COVID-19, the dearth of oxygen cylinders led to many deaths in India. Okay. Covishield is homologous to Covaxin. Plastics to be banned അല്ലാട്ടോ. പ്ലാസ്റ്റിക് പ്രൊഡക്ട്സ് കൊടുക്കുക. പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അൺകൗണ്ടബിൾ നൗൺ ആണ്, മെറ്റീരിയൽ നൗൺ ആണ് നീതു. അപ്പോൾ പ്ലാസ്റ്റിക്സ് എന്നല്ല, പ്ലാസ്റ്റിക് പ്രോഡക്ട്സ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഈസ് ടു ബി ബാൻഡ് ഫ്രം 1st Jan 2020. അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടു ബി ബാൻഡ് is stringent rule by the government. Okay, Hema's values and perception about life was in consensus with that of her partner. Stringent rules have been put in place
along with comprehensive solutions like data masking and multiple encryption to prevent data breach. Great. There is consensus with relatives. Okay. Although everyone hates him, he was designated as the leader of the group. Okay. The school designated teachers on the consensus. Okay. Prime Minister's portions project helps to helps vulnerable people who feels dearth of food. Okay. Who face dearth of food. New consensus is homologous to previous one. The stringent policies of the company not only amounted to overwhelming rage among employees but also showed a dearth in the number of employees. Great. The countries has decided ശരത്തെ അടി മേടിക്കും. Countries plural ആണ്. അപ്പോൾ ഹാസ് വരുമോ? have decided economic war at homologous products. Team Minal Murli is receiving overwhelming response all over India as they rolled out a genre in Malayalam cinema. Yes. There was a dearth of time for KPSC exams due to the stringent rules. Yeah. A consensus was crafted after the dispute between management and the staff of the company. Homologous climate change is experienced all over the country. Consensus are usually എന്ന് പറഞ്ഞ agreement. അപ്പോൾ consensus എന്ന് പറയുമ്പോൾ ഈസ വരുള്ളൂ, ആറ് വരില്ല. Is usually made to avoid future dispute. Kartika is, consensus is. Two of the triplets looked saw. Gina, two എന്ന് പറയുമ്പോൾ തന്നെ പ്ലൂറൽ ആയില്ലേ? അപ്പോൾ two of the triplet look homologous and one looks different. Two കൂടെ ലുക്ക് കൊടുക്കണം. The spectators were overwhelmed with the performance of their team. Homologous nature of upcoming Malayalam movies is an overwhelming trend. Okay. All homologous products are sold in the shop or by the shop. Sold in the shop correct, by the shop correct. ഷോപ്പാൽ വിൽക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ കറക്റ്റ്. ഇൻ ദ ഷോപ്പാണ് കുറച്ചുകൂടെ ബെറ്റർ. ബൈ ദ ഷോപ്പ് എന്ന് പറഞ്ഞാൽ അവർ വിൽക്കുന്നു എന്ന് പറയാം. അതൊന്നും തെറ്റില്ല കേട്ടോ. ഷോപ്പിൽ അല്ലെങ്കിൽ ബൈ അസ് എന്ന് പറഞ്ഞു ഞങ്ങൾ വിൽക്കുന്നു, അല്ലെ ബൈ ദ കമ്പനി എന്ന് പറയാം, കുഴപ്പമില്ല, തെറ്റില്ല കേട്ടോ. ശരത്തെ രണ്ടിൻ്റെയും യൂസേജിന്റെ മീനിങ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഐ ഗോട്ട് കൺസെന്റ് ഫ്രം ദ അതോറിറ്റി ടു സ്റ്റാർട്ട് ദ ബിസിനസ് ബട്ട് കുറച്ചുകൂടെ ബെറ്റർ ഇൻ ദ ഷോപ്പാണ് കേട്ടോ ഞാൻ പറയും. ബട്ട് ദ ഡെർത്ത് ഓഫ് മണി ആൻഡ് ദ പാർട്ട്നേഴ്സ് സ്ട്രിഞ്ചന്റ് ബിഹേവിയർ പാർട്ട്നേഴ്സിൻ്റെ അപ്പസ്ട്രോഫി വേണോ കേട്ടോ കീർത്തി. Compel me to put off the plan to next year. Hi Massman, good morning. I'm good, thank you. എങ്ങനെ പോകുന്നു പഠനമൊക്കെ? ഉഷാറാണോ? Her ideas seem homologous to mine when it comes to decision making. Homologous materials are seen in market but price is different. Union government was inspired by model cities of Japan which stimulated the center to designate homologous urban setup in India. Party reiterate Kodiyari to state secret designation. All the variant of coronaviruses have some kind of homologous characters. Coronaviruses illa. All the variants kodukka. All the variantuകൾ of coronavirus. ഒരു coronavirus ഉള്ളൂ, അതിൻ്റെ different variants ആ ഉള്ളത്. അപ്പം അങ്ങനെ കൊടുക്കണം കേട്ടോ. Olden days, during olden days അല്ലെങ്കിൽ in olden days there is a during olden days തന്നെ കൊടുക്കണം. There is a consent in joint family. The low pay and prolonged hours of work led to overwhelming rage among workers that ended up in riot. Okay, exam തീർന്ന് എഴുതി കിളി പോയ ആണോ കിളി പോയോ? സാരില്ല, മെയിൻസ് അല്ലേ, അപ്പോൾ അത് ഇച്ചിരിയൊക്കെ പണി വാളും. Consensus among the teammates is one of the key factors for good project delivery. Great. അപ്പോൾ എല്ലാവർക്കും ഓർക്കുക, നമ്മുടെ ഇന്നത്തെ സെറ്റ് ഓഫ് സിനോണിംസ് കഴിഞ്ഞു. ഒരുപാട് സമയവും നമ്മൾ ഇതിനു വേണ്ടി എടുത്തു. നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേ ആൻഡ് ഷോ മീ സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദി ആർട്ടിക്കിൾ. നമുക്ക് ആർട്ടിക്കിളിലോട്ട് പോകാൻ ഡീറ്റെയിൽ. ഇനി മുതൽ നിങ്ങൾ ഓർക്കുക, ഞാൻ ഇനി വായിക്കില്ല കേട്ടോ, നമ്മുടെ സെൻറ്റൻസുകൾ വായിക്കില്ല. അപ്പോൾ നമ്മുടെ സമയം പോകും, ഒരുപാട് സമയം നമ്മൾ പോയി. ഓക്കെ, let's move to the article. Safety at all costs. എന്ത് കാരണവശാലും സേഫ്റ്റി കംസ് ഫസ്റ്റ്. No matter what. At all cost അർത്ഥം no matter what, അല്ലെങ്കിൽ by every means എന്ന് പറയില്ല, ഏത് മീൻസും by any means പറയില്ല, അതാണ്. അപ്പോൾ സേഫ്റ്റിയാണ് ഇമ്പോർട്ടൻസ്. എന്തിൻ്റെ കാര്യത്തിലാണ് സേഫ്റ്റി എന്ന് നമുക്ക് നോക്കാം. രണ്ടിടത്തും സേഫ്റ്റിനെ പറ്റിയാണ് പറയുന്നത് ഇന്നത്തെ ആർട്ടിക്കിളിൽ. അപ്പോൾ ഒരു ആർട്ടിക്കിൾ പറഞ്ഞല്ലോ നമ്മൾ കോവിഡിൻ്റെ വാക്സിൻ കൊടുക്കുന്നു കുട്ടികൾക്ക്, അഡസൻസിലോട്ടുള്ള വാക്സിനേഷനെ പറ്റിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് നോക്കാം ഈ തമിഴ്നാട്ടിലെ നമ്മുടെ ബ്ലാസ്റ്റിനെ പറ്റി നോക്കാം. ഗവൺമെൻറ് ഷുഡ് എൻഷുർ implementation of safety protocols in the fireworks industry. അപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യണം അവിടെ പറയുന്നത്? ഗവൺമെൻറ് എൻഷുർ ചെയ്യണം, ഉറപ്പുവരുത്തണം, കൺഫേം ചെയ്യണം, അല്ലേ? എൻഷുർ ചെയ്യണം, മേക്ക് ഷുവർ ചെയ്യണം. എൻഷുർ ചെയ്യുക എന്ന് പറഞ്ഞാൽ മേക്ക് ഷുവർ ചെയ്യുക, കൺഫേം ചെയ്യുക, അല്ലേ?
കൺഫേം ചെയ്യണം. എൻഷുറിയെ കൺഫേം ചെയ്യുക. എൻഷുർ, അഷ്യൂർ അതിൻ്റെയൊക്കെ മീനിങ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ട് വന്നിട്ടുള്ള കൺഫേം ചെയ്യുക, മേക്ക് ഷുവർ ചെയ്യുക. ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് സേഫ്റ്റി പ്രോട്ടോകോൾസ്, സേഫ്റ്റി ഗൈഡ് ലൈൻസ്, സേഫ്റ്റി പ്രോട്ടോകോൾസ്, റൂൾസ്, ആ ഡെക്കോറം കീപ്പ് ചെയ്യണം ഫയർ വർക്ക്സ് ഇൻഡസ്ട്രിയിൽ എന്നാണ് പറയുന്നത്. ഓക്കെ, ഫയർ വർക്ക് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കും, ഫയർ വർക്ക്സ് എന്ന് ഉപയോഗിക്കും. ഫയർ വർക്ക്സ് എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. പ്ലൂറൽ നൗൺ ആണിത്. ഫയർ വർക്ക്സ് പ്ലൂറൽ നൗൺ ആണ്. ഈ യൂസേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കമ്പിത്തിരിയൊക്കെ എടുത്ത് കത്തി കളർഫുൾ സാധനങ്ങൾ വരില്ലേ, വലിയ ഒച്ച ബഹളം ഇല്ലാതെ കളർഫുൾ സാധനങ്ങൾ വരുന്നതിനെ ഫയർ വർക്ക്സ് എന്ന് വിളിക്കും. മറ്റേ ഫയർ വർക്ക് എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്, അതിന് നമ്മൾ എന്ത് പറയും, ഫയർ വർക്ക് എന്ന് പറയുന്നുണ്ട്. അതിന് പ്ലൂറലുണ്ട്, ഫയർ വർക്ക്സ് എന്നുണ്ട്. രണ്ടാണ് കേട്ടോ, അതൊന്ന് ഓർമ്മിപ്പിച്ചോ, അതൊന്ന് ഓർമ്മപ്പെടുത്തുന്നു കേട്ടോ. Okay, so moving on to article. നമുക്ക് ഡീറ്റെയിൽ പോവാം. The death of 4 workers on New Year's Day in a blast at a fireworks unit in Kalatur village of Virudhunagar. Okay, Virudhunagar district, the hub of the firecracker sectors in Tamil Nadu, reiterates the need for relentless vigil to enforce safety protocols in an industry that deals with hazardous processes. The blast was said to have been triggered by friction caused by the mishandling of chemicals. Apparently, the workers had come to the unit for a puja to usher in 2022. Even though the നോക്കാം, അപ്പോൾ പറഞ്ഞു വന്നതാണ് കഴിഞ്ഞ ന്യൂ ഇയർ ഡേയുടെ അന്ന് വർക്കേഴ്സ് മരിച്ചു. എത്ര പേര് മരിച്ചു? 4 വർക്കേഴ്സ് മരിച്ചു. ആ 4 വർക്കേഴ്സിൻ്റെ മരണം എന്ന് പറയുന്നത് അതെവിടെ വെച്ച് നടന്നത്? തമിഴ്നാട്ടിലുള്ള കലത്തൂർ വില്ലേജിലെ വിരുദ്ധനഗർ ഡിസ്ട്രിക്റ്റ് വെച്ചിട്ടാണ് നടന്നത്. ഓക്കെ, അപ്പോൾ അത് എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഹബ്ബാണ്. നമ്മുടെ തമിഴ്നാട്ടിലെ ഏറ്റവും കൂടുതൽ ഫയർ ക്രാക്കേഴ്സ് ഉണ്ടാക്കുന്ന സ്ഥലമാണ്, അവിടുത്തെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലമാണ്. അത് വീണ്ടും നമ്മളെ റീട്രേറ്റ് ചെയ്തേക്കുവാണ്, അത് റീസ്റ്റേറ്റ് ചെയ്തേക്കുവാണ്, അത് വീണ്ടും നമ്മളെ ഓർമ്മപ്പെടുത്താണ്. ഇറ്റ് റീടെൽസ്, അത് വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു, റീക്യാപിറ്റുലേറ്റ് ചെയ്യുന്നു. ദ നീഡ് ഫോർ റെലൻലെസ് വിജിൽ, റെലൻലെസ് ആയിട്ടുള്ള, പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള, കണ്ടിന്യൂസ് ആയിട്ടുള്ള വിജിലിൻ്റെ ആവശ്യമുണ്ട്. സർവൈലൻസിൻ്റെ ആവശ്യമുണ്ട്. എവിടെ? അപ്പോൾ ഇത് പോരാ, കാര്യം സർവൈലൻസ് ഇനിയും വേണം, കാര്യം എന്താ, ശ്രദ്ധ വേണം. എന്തിൻ്റെ കാര്യത്തില? സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്. ഉറപ്പുവരുത്തുന്നത് എവിടെയാണ്? ഈ പറയുന്ന ഇൻഡസ്ട്രിയിൽ, ഫയർ വർക്ക്സ് ഇൻഡസ്ട്രിയിൽ. കാര്യം എന്താ വെച്ചാൽ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് ഹസാർഡസ് പ്രോസസ്സസ്. ചില്ലറ പ്രോസസ്സാണ് അവിടെ ഉള്ളത്? അല്ല, അത് ഒരുപാട് ഡേഞ്ചറസ് ആയിട്ടുള്ള, റിസ്കി ആയിട്ടുള്ള പ്രോസസ്സുകളിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ നല്ല രീതിയിലുള്ള സേഫ്റ്റി പ്രോട്ടോകോൾസ് ഉറപ്പുവരുത്തും. പലതവണ നമുക്ക് ഇന്നും ഇന്നലെ തുടങ്ങിയ പരിപാടി നമ്മൾ ഓർമ്മയുണ്ടായിരിക്കും. എന്താണ്, ഒരു അമ്പലത്തിൽ നമ്മുടെ കൊല്ലത്ത് 2 വർഷമായിരുന്നു അല്ലേ, 2-3 വർഷമായില്ലേ നമ്മുടെ അമ്പലത്തിൽ. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ പൂരം, എല്ലാത്തിനും ഈ എന്താണ് വെടിക്കെട്ടൊക്കെ ഒഴിവാക്കി വെച്ച കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും. അത് ഒക്കെ എപ്പോഴും നടക്കുന്ന പരിപാടിയാണ്. മാത്രമല്ല മിഠായി തെരുവിൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഈ തീപിടുത്തമൊക്കെ ഇല്ലേ, അപ്പോൾ തീപിടുത്തം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ബ്ലാസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത് വളരെ റിസ്കി ഫാക്ടറാണ്. അപ്പോൾ ഒന്ന് വെടിപ്പുരയ്ക്ക് തീ പിടിക്കുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കും. മിന്നൽ മുരളി കണ്ടല്ലേ നിങ്ങൾ? അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, അത് വളരെ റിസ്കി ഫാക്ടറാണ്. അപ്പോൾ അതിൽ നല്ല സേഫ്റ്റി പ്രോട്ടോകോൾ നമ്മൾ കൊണ്ടുവരണം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഫ്രിക്ഷൻ വഴിയാണ് സംഭവിച്ചത്. നിങ്ങൾക്കറിയാം, ഫ്രിക്ഷൻ പ്രഷർ വെച്ചിട്ട് കാരണമാണ് വന്നത്. എന്തിൻ്റെ ഫ്രിക്ഷൻ കാരണം? ബിക്കോസ് ഓഫ് ദ മിസ്ഹാൻഡ്ലിംഗ് ഓഫ് കെമിക്കൽസ് എന്നാണ് പറയപ്പെട്ടത്. എന്താ, കെമിക്കൽസ് കറക്റ്റായിട്ട് ഹാൻഡിൽ ചെയ്തില്ല, മിസ്ഹാൻഡിൽ ചെയ്തു, അപ്രോപ്രിയേറ്റ് ആയിട്ട് യൂസ് ചെയ്തത് കൊണ്ടുള്ള പറ്റിയ പ്രശ്നമാണ്. അതിൻ്റെ ഫ്രിക്ഷൻ കാരണം പറ്റിയ. അപ്പോൾ അത് ശരിയായില്ല, അത് യൂട്ടിലൈസ് ചെയ്ത് അത് മിക്സ് ചെയ്ത് ശരിയായി കാണത്തില്ല, അതാണ് പ്രശ്നം പറ്റിയെന്നാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ പറയാം, അപ്പാരൻ്റ്ലി കണ്ടോ, ഇവിടെ കൊഹീസീവ് ഡിവൈസ് ഉപയോഗിച്ച് കണ്ടോ, അപ്പാരൻ്റ്ലി. അതുകൊണ്ട് ദ വർക്കേഴ്സ് അപ്പാരൻ്റ്ലി, എവിഡൻ്റ്ലി, അപ്പോൾ സീമിംഗ്ലി, ഇൻ എഫക്ട് ദ വർക്കേഴ്സ് ഹാഡ് കം ടു യൂണിറ്റ്. അപ്പോൾ ശരിക്കും എന്താ പറ്റിയ, നമ്മുടെ യൂണിറ്റിലോട്ട് വർക്കേഴ്സ് വരികയായിരുന്നു. ടു അഷർ, ടു അനൗൺസ് അല്ലേ, ടു അനൗൺസ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ എന്താ പറയുക, ഇതൊന്ന് ഇത് ചെയ്യാൻ വേണ്ടി, ഒന്ന് എസ്കോർട്ട് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഗൈഡ് ചെയ്യാൻ വേണ്ടി, എന്തും. നിങ്ങൾക്ക് അഷർ എന്ന വേർബ് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, അവർ 2022 അനൗൺസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ 2022 ഒന്ന് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അവർ. അപ്പോഴാണ് ഈ പൂജയ്ക്ക് വേണ്ടി വന്നതാണ്, അപ്പോഴാണ് ഈ സംഭവം നടക്കുന്നതെന്നാണ് പറയുന്നത്. ഈവൻ ദോ ദ അതോറിറ്റീസ് ഹവ് സസ്പെൻഡഡ് the unit's license and filed cases under the Indian Penal Code and Indian Explosive Substances Act, they have not cited violations such as the license holder leasing out the unit to the others and manufacturing products unauthorizedly. Over the years, the district has seen numerous blasts and successive state governments had formed at times committees to study the factors that led to the blasts. There have been improvements in the way of the firecrackers industry has been functioning. For example, the extent of child labor has reduced considerably. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഇതിന് ശേഷം അതോറിറ്റീസ് എന്ത് ചെയ്തു, അവരുടെ യൂണിറ്റിന് ലൈസൻസ് അങ്ങ് സസ്പെൻഡ് ചെയ്തു, ലൈസൻസ് കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ അവർക്ക് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഇതിനനുസരിച്ച് ഇന്ത്യൻ പീനൽ കോഡിൻ്റെ അനുസരിച്ച് നിയമപരമായിട്ടും, അതുപോലെ തന്നെ ഇന്ത്യൻ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസസ് ആക്ടിൻ്റെ അടിസ്ഥാനത്തിലും അവർക്കെതിരെ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്.
പക്ഷേ എന്നിരുന്നാലും എടുത്തിട്ടുണ്ടെങ്കിലും, ഓൾദോ നമ്മളവിടെ ഫസ്റ്റ് സെൻറ്റൻസ് ഓൾദോ ഉപയോഗിച്ചായിരുന്നു, ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിലും they have not cited, they have not mentioned, മെൻഷൻ ചെയ്തില്ല. എന്ത് മെൻഷൻ ചെയ്തില്ല? വയലേഷൻ. അവർ കുറച്ച് വയലേഷൻ നടത്തിയിരുന്നു. എന്താണ്? ലൈസൻസ് ഹോൾഡർ എന്ത് ചെയ്തു? ലീസ് ഔട്ട് ചെയ്തു, യൂണിറ്റ് വേറൊരാൾക്ക് ലീസ് ഔട്ട് ചെയ്തു, അത് വേറെ ആൾക്ക് ലീസ് ഔട്ട് ചെയ്തിരുന്നു. ആൻഡ് മാനുഫാക്ചറിങ് പ്രോഡക്ട്സും ലീസ് ഔട്ട് ചെയ്തിരുന്നു അൺഓതറൈസ്ഡ്ലി. അൺഓതറൈസ്ഡ് ആയിട്ടുള്ള അതോറിറ്റി നിയമപരമായിട്ടല്ലാതെ അവർ ലീസ് ഔട്ട് ചെയ്തു, വേറെ ആർക്കോ ലീസ് ഔട്ട് ചെയ്ത് കൊടുത്തു. അത് ലൈസൻസ് ഇല്ലാത്തവർക്ക് നമ്മൾ ലീസ് ഔട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോൾ എനിക്ക് ലൈസൻസ് ഉണ്ട്, എൻ്റെ ഫ്രണ്ടിന് എനിക്കത് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ലൈസൻസ് ഉണ്ട്, ഞാനത് നോക്കി നടക്കുന്ന ആളാണെങ്കിൽ ഓക്കെ. ലൈസൻസ് ഉള്ള എൻ്റെ ഫ്രണ്ട് ആണെങ്കിൽ ഐ ക്യാൻ ഗിവ് ഇറ്റ് ടു ദാറ്റ് പേഴ്സൺ. ഓക്കെ, അങ്ങനെയാണ്. അപ്പോൾ അതൊരു പ്രശ്നമാണ്. അതവർ മെൻഷൻ ചെയ്തില്ല, അതൊരു പോരായ്മയാണ്. പിന്നെ ഒരുപാട് വർഷങ്ങളായിട്ട് ഈ പരിപാടി തുടങ്ങുന്നതാണ് ഈ ഡിസ്ട്രിക്റ്റിൽ തന്നെ ഒരുപാട് ബ്ലാസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പരമായിട്ട് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ഒരുപാട് തവണ ഇത് കമ്മിറ്റി ഫോം ചെയ്തിട്ട് ഇതിനു വേണ്ടി സ്റ്റഡി നടത്തുന്നുണ്ട്. ഒരുപാട് എക്സാമിൻ സർവീസ് നടത്താറുണ്ട്, കാര്യങ്ങളെ പറ്റിയൊക്കെ നോക്കാറുണ്ട്. എന്നിട്ടും ഇതുവരെ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത് ഓതർ. അപ്പോൾ നമ്മുടെ ഒരു പ്രശ്നം, മുല്ലപ്പെരിയാർ ഒരു പ്രശ്നം ഉണ്ടായി, അയ്യോ ഇപ്പോൾ പോട്ട് മുല്ലപ്പെരിയാർ, നമ്മൾ എന്ത് ചെയ്തു? ഇപ്പം ശരിയാക്കാം. എന്നിട്ട് എന്തായി? അത് മറന്നു എല്ലാവരും. മഴക്കാലം കഴിഞ്ഞു, എല്ലാവരും മറന്നു. ഇനി അടുത്ത മഴക്കാലം വരണം മുല്ലപ്പെരിയാർ ഒരു ഇഷ്യൂ ആയിട്ട് വരാൻ. അപ്പോഴാണ് മീഡിയയ്ക്ക് തലയിൽ ഇത് വരിക, നമ്മുടെ റൂളിംഗ് പാർട്ടി ഒപ്പോസിഷനൊക്കെ ഓർമ്മ വരുള്ളൂ, അയ്യോ മുല്ലപ്പെരിയാർ ഒരു പ്രശ്നമാണ്. സെയിം ഗോസ് വിത്ത് ദാറ്റ്. കാര്യം വെച്ചാൽ ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷവും ബ്ലാസ്റ്റ് ഈ തമിഴ്നാട്ടിൽ ഇതേ ഡിസ്ട്രിക്റ്റ് നടന്നായിരുന്നു. അപ്പോൾ പറഞ്ഞ ആ കാര്യം കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തണുത്തു, ഇപ്പം വീണ്ടും പ്രശ്നമായി. കഴിഞ്ഞ ദിവസം 4 പേര് മരിച്ചപ്പോഴാണ് ഇവർക്കത് വലിയ പ്രശ്നമായി വന്നത്. അതാണ് പ്രോബ്ലം. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റുകൾ പക്ഷേ ഫയർ ക്രാക്കേഴ്സ് ഇൻഡസ്ട്രിയിൽ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. കാര്യം നോക്കിയാൽ ഒരു പോസിറ്റിവിറ്റി എന്താണ്, വേനലൊരു മഴ പോലെ ഒരു പോസിറ്റിവിറ്റി എടുത്ത് പറയുന്നുണ്ടോ? ഇമ്പ്രൂവ്മെൻറ്റ് നടന്നിട്ടുണ്ട്. ആൻഡ് എക്സാമ്പിൾ കൊടുക്കും, എന്താണ് ആ ഇമ്പ്രൂവ്മെൻറ്റ് നടത്തേ. അപ്പോൾ നോക്കുക, ഇവിടെ ഇമ്പ്രൂവ്മെൻറ്റിനെ പറ്റി പറയുന്നു, ഒരു പോസിറ്റിവിറ്റി ഇവിടെ എടുത്ത് പറയുന്നുണ്ട് ഓതർ. ആൻഡ് എന്താണ് പോസിറ്റിവിറ്റി? ചൈൽഡ് ലേബർ. പണ്ടൊക്കെയാന്ന് പറഞ്ഞാൽ ചൈൽഡ് ലേബർ ആയിരുന്നു ഏറ്റവും കൂടുതൽ ഈ ഇൻഡസ്ട്രിയിൽ ഉള്ളത്. ഫയർ ക്രാക്കേഴ്സ് ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ വെച്ചിട്ടായിരുന്നു പണിയെടുപ്പിച്ചുകൊണ്ടിരുന്നത്. അത് തീർന്നു. അതിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റെൻഡ് കുറഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ലെവൽ ഓഫ് ചൈൽഡ് ലേബർ കുറഞ്ഞിട്ടുണ്ട്, കൺസിഡറബിൾ എമൗണ്ട്. ഫുള്ളി കുറഞ്ഞെന്നല്ല, കൺസിഡറബിളി, അതായത് ആവശ്യത്തിന് നല്ല കുറവ് വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതായത് ബാക്കിയുള്ള കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ തുടങ്ങിയത്, അങ്ങനെ പറയുന്നു. But with regard to adherence to and monitoring safety protocols, the track record leaves much to be desired. പക്ഷേ നമ്മുടെ പ്രോട്ടോക്കോൾ പാലിക്കുക എന്നുള്ള കാര്യത്തിൽ അതിനെ മോണിറ്റർ ചെയ്യുക, പ്രോട്ടോക്കോൾ കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാനും അത് ഒബേ ചെയ്യാനും, അതിനോടുള്ള ഇത് കംപ്ലയൻസ് ഒക്കെ ഇതുവരെ മാറ്റമൊന്നും പറ്റില്ല. ഇനിയും ആവശ്യത്തിനുള്ളത് വേണം, ഇനിയും ആവശ്യം വേണം. ചൈൽഡ് ലേബറിൻ്റെ ഇത് മാത്രമേ കൊണ്ടുള്ളൂ. അപ്പോൾ പോസിറ്റിവിറ്റിൻ്റെ ഇടയിലും ഒരു നെഗറ്റീവ് ഇത് ഓതർ പറയുന്നു, ശ്രദ്ധിക്കണം കേട്ടോ. അടുത്ത് നോക്കിക്കേ, പറയുന്നുണ്ട് there has to be a paradigm shift in the manner as events such as Skalathur blast is viewed. Generally, any blast is called an accident, but such usage unwittingly tends to gloss over the role of those who are responsible for the implementation and the enforcement of safety protocols. There can be no compromise on this count. At the same time, the contribution of the firecracker industry to the country's economy. അപ്പോൾ അടുത്ത പോയിന്റിലോട്ട് വരികയാണ് ഓതർ. അടുത്ത പാരഗ്രാഫിൽ പോയിന്റ് വേറെ മാറി വരുന്നുണ്ട്. നോക്കിയേ, എന്താ അടുത്ത പോയിന്റ് നോക്കിയേ. ഇവിടെ നമുക്കൊരു പാരഡൈം ഷിഫ്റ്റിൻ്റെ ആവശ്യമുണ്ട്. വലിയൊരു അടിസ്ഥാനപരമായ ഒരു ചേഞ്ച് ഇവിടെ ആവശ്യമുണ്ടെന്നാണ് ഓതർ പറയുന്നത്. എന്തുകൊണ്ടാണ് അടിസ്ഥാനപരമായ ചേഞ്ച് വേണമെന്ന് പറയുന്നത്? കാര്യം ഇതേ രീതിയിലുള്ള സെയിം വേയിലുള്ള സെയിം മെത്തേഡിലുള്ള അല്ലേ, മെത്തേഡ് മീൻസ് വേ എന്നൊക്കെ പറയില്ലേ, സെയിം മെത്തേഡിലുള്ള ഈവൻറ്റ് ഒരുപാട് നടത്തിയിട്ടുണ്ട് കലത്തൂരിൽ. അപ്പോൾ ജനറലി ഒരു ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിനൊരു ആക്സിഡൻ്റ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. പക്ഷേ സച്ച് യൂസേജ്, ഇങ്ങനെയുള്ളൊരു യൂസേജ്, ആക്സിഡൻറ്റ് എന്നൊരു യൂസേജ് നമ്മളിവിടെ ഉപയോഗിച്ചാൽ അൺവിറ്റിംഗ്ലി, ആക്സിഡൻ്റലി എന്നുള്ള യൂസേജ് അൺവിറ്റിംഗ്ലി ടെൻസ് ടു ഗ്ലോസ് ഓവർ. അത് നമ്മൾ എന്ത് ചെയ്ത് കളയും? അത് നമ്മൾ അവോയ്ഡ് ചെയ്ത് വി വിൽ ഇഗ്നോർ ദാറ്റ്. ഇതിൻ്റെ എഫക്റ്റിനെ ഇഗ്നോർ ചെയ്താണ് നമ്മൾ കളയുന്നത്. വി വിൽ ഇഗ്നോർ ഓർ അവോയ്ഡ് ചെയ്യും. എന്ത്? ഈ റോള് ആരാണ് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടത്? ഫോർ ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് ഇത്. അതുപോലെ നമ്മുടെ അങ്ങനെ വരുമ്പോൾ നമ്മൾ ഇഗ്നോർ ചെയ്ത് കളയാണ്. ആരാണോ ഇതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത്, ആരാണോ ഈ സേഫ്റ്റി പ്രോട്ടോകോൾ എൻഫോഴ്സ് ചെയ്യേണ്ടത്, അവരെ നമ്മൾ ജസ്റ്റ് ഇഗ്നോർ ചെയ്ത് കളയാണ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ ഓതർ പറയുന്നത്. അപ്പോൾ അതൊരു വലിയ പ്രശ്നമാണല്ലോ അത് ഓതർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഒരു ആക്സിഡൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ ഓതറിനങ്ങ് മനസ്സില്ല. ഇത് ക്യാൻ ബി നോ കോംപ്രമൈസ്. അതിലൊരു കോംപ്രമൈസ്, സേഫ്റ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് എന്ന് തന്നെയാണ് ഓതർ പറയുന്നത്. ദാറ്റ്സ് ട്രൂ അല്ലേ, വെരി മച്ച് ട്രൂ. കാര്യം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ലോ ഈ പരിപാടി. അതുകൊണ്ട് അറ്റ് ദ സെയിം ടൈം ഫയർ ക്രാക്കർ ഇൻഡസ്ട്രിയെ നമുക്കങ്ങ് പിണക്കി വിടാനും പറ്റില്ല. അതാണ് ഈ പ്രശ്നം.
അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് എന്തുകൊണ്ടാണ് വലിയ ആക്ഷൻ ഇവർക്കെതിരെ എടുക്കാത്ത വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ, ലീസ് ഔട്ട് ചെയ്തതിന് വേറെ പ്രത്യേകിച്ചൊന്നും പറയാത്ത വേറെ ഒന്നും കൊണ്ടല്ല, ഫയർ ക്രാക്ക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇക്കോണമിക്ക് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ഇവരിൽ നിന്നാണ്. അറ്റ് ദ സെയിം ടൈം, അതേസമയം കോസ്റ്റ് ഡിവൈസ് കണ്ടോ, അറ്റ് ദ സെയിം ടൈം അത് കൊണ്ടുവരുന്നത് നമ്മുടെ ഈ ഇൻഡസ്ട്രിയാണ്. എസ്പെഷ്യലി ദാറ്റ് ഓഫ് തമിഴ്നാടുമാണ് ഏറ്റവും കൂടുതൽ, ഹാസ് ടു ബി അക്നോളജ്ഡ്. ദ സെക്ടർ എംപ്ലോയ്സ് 8 lakh പീപ്പിൾ ഡയറക്ട്ലി ആൻഡ് ഇൻഡയറക്ട്ലി. 8 ലക്ഷം ആൾക്കാരെയാണ് നമ്മുടെ ഈ സെക്ടർ എംപ്ലോയ് ചെയ്യുന്നതെന്ന് ആലോചിച്ച് നോക്കണം. എംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു സെക്ടറാണ് ഈ സെക്ടർ, ഏറ്റവും കൂടുതൽ ഓർത്ത് നോക്കണം കേട്ടോ. മനസ്സിലായോ? 8 ലക്ഷം പേർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നു. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയത് പോസിറ്റീവ് തിങ് ആണല്ലേ. അതുകൊണ്ട് അത് നമുക്ക് ചെയ്യാനേ പറ്റുള്ളൂ, ഡയറക്ട്ലിയും ഇൻഡയറക്ട്ലി ആയിട്ടും. ഓക്കെ, ഇൻ എ ബാക്ക്വേർഡ് റീജിയൻ ഓഫ് ദ സ്റ്റേറ്റ് വിത്ത് നോ അഷ്വർഡ് ഇറിഗേഷൻ ഒന്നും ഇല്ലാത്തൊരു ബാക്ക്വേർഡ് റീജിയനിൽ കിടക്കുന്ന ആൾക്കാർക്ക് 8 ലക്ഷം പേർക്ക് അവർക്ക് എംപ്ലോയ്മെന്റ് കൊടുക്കുന്നുണ്ട്. അവരുടെ ലൈഫ് സെറ്റിൽ ആക്കാനുള്ള ഒരു കാര്യം ഇതുകൊണ്ടാണ് നടക്കുന്നത്. ഹവർ, എന്നിരുന്നാലും ഇതൊക്കെയാണ് പോസിറ്റിവിറ്റി എൻ്റെ സമയത്ത് ഒരു നെഗറ്റിവിറ്റി കൊണ്ടുവരിക. കണ്ടോ, ഹവർ എന്ന പോസിറ്റീവ് വൈസ് ഉപയോഗിച്ചേക്കുന്നത് മനസ്സിലായോ? എന്നിരുന്നാലും ദിസ് ഡസ് നോട്ട്, അങ്ങനെ എംപ്ലോയ്മെന്റ് കൊടുക്കുന്നു എന്നൊരു പോസിറ്റിവിറ്റി ഉള്ളത് കൊണ്ട് ദിസ് ഡസ് നോട്ട് അബ്സോൾവ് ദി ഇൻഡസ്ട്രി ഓഫ് ദ റെസ്പോൺസിബിലിറ്റി ടു ലൈഫ് ആൻഡ് ഹെൽത്ത് ഓഫ് വർക്കേഴ്സ് ആൻഡ് ലാർജ് സെക്ഷൻസ് ഓഫ് സൊസൈറ്റി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിസ്ചാർജ് ചെയ്യപ്പെടില്ല. ഈ ഇൻഡസ്ട്രിയിൽ ക്രൈമിൽ നിന്ന് വിമുക്തരാകില്ല നിങ്ങൾ. ഹെൽത്തിനും ലൈഫിനും, ഈ വർക്കേഴ്സിന്, ഈ ലാർജ് സെക്ടർ ഓഫ് വർക്കേഴ്സിന്റെ ഹെൽത്തിനും ലൈഫിനും എന്നുള്ള റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് വിമുക്തരാകാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. In any investigation of the event, the authorities concerned should seriously consider translating into action some of the suggestions made by 8-member committee constituted by National Green Tribunal after a blast in the district that killed over 20 people. ഒന്ന് ആലോചിച്ച് നോക്കാം. 20 പേരെ ഇതേ ഡിസ്ട്രിക്റ്റിലെ ഈ എക്സ്പ്ലോഷൻ വഴി മരിച്ചിരുന്നു, 20 പേര് കൊല്ലപ്പെട്ടിരുന്നു ഇതേപോലത്തെ ഒരു ബ്ലാസ്റ്റിൽ. അപ്പോൾ അന്ന് നമ്മുടെ നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ 8 ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു. 8 കമ്മിറ്റിയെ വെച്ചിട്ട് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ പറഞ്ഞിരുന്നു കുറച്ച് സജഷൻസ്. അതെന്താ, ഇനിയെങ്കിലും അത് പ്രാവർത്തികമാക്കാനാണ് പറയുന്നത്. ഈ സജഷൻസിനെ എങ്ങോട്ടേക്ക് കൊണ്ടുവരണം? ഇറ്റ് മസ്റ്റ് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ ടു ആക്ഷൻ എന്നാണ് പറയുന്നത്. കുറച്ച് സജഷൻസ് എങ്കിലും, കാര്യം 8 മെമ്പർ കമ്മിറ്റി വെച്ചിട്ട് ഈ 8 മെമ്പർ കമ്മിറ്റിയിൽ നിന്നാണ് നമ്മൾ സജഷൻസ് കൊണ്ടുവന്നത്. അതിനും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടേ അതോറിറ്റീസ്, അതാണ് പറയുന്നത്. ഈ ഇവന്റിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കഴിഞ്ഞപ്പോൾ 20 പേരെ മരണപ്പെട്ടതിന് ശേഷം കിൽഡ് ഓവർ 20 പീപ്പിൾ ഇൻ ഫെബ്രുവരി 2021 എന്ന ഫെബ്രുവരി മാസം, ഏറെക്കുറെ ഒരു വർഷമായി ഇപ്പം. 2021 ഫെബ്രുവരിയിൽ എന്ന് പറയുമ്പോൾ ഒരു വർഷം ഏറെക്കുറെ. അത് കഴിഞ്ഞപ്പോൾ ഒരു വർഷം ആയപ്പോഴേക്കും അടുത്ത മരണം. മനസ്സിലായോ? 4 പേര് കൊല്ലപ്പെട്ടു. ദാറ്റ്സ് ഇറ്റ്. Headed by former judge of Punjab and Haryana and Madras High Courts, K. Kannan, the panel had K. Kannന്റെ ഹെഡിലുള്ള ഈ ജഡ്ജസ് പഞ്ചാബ്, ഹരിയാന, മദ്രാസിലുള്ള പാനൽ സജസ്റ്റഡ് ദാറ്റ് എക്സ്പ്ലോസീവ്സ് ആക്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സ്പ്ലോസീവ്സ് ആക്ട് ഇല്ലേ, ബി അമെൻഡഡ് ടു മേക്ക് പണിഷ്മെന്റ്സ് മോർ സ്ട്രിഞ്ചന്റ് ദാൻ നൗ, employing only certified persons for operating, including mixing, filling of chemicals and making of color pellets, and using drones for surveillance of various units. There is no dearth of ideas to improve the working of the industry, but what is required is that the authorities, both at levels of central and state governments, should ensure that enforcement of safety protocols. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. നമ്മുടെ കെ കണ്ണൻ എന്ന ജഡ്ജിൻ്റെ ആഭിമുഖ്യത്തിൽ അല്ലെ ഹെഡിലുള്ള മറ്റ് ഒരു പാനൽ ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലോസീവ് ആക്ട്സിന് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരണം. ആ അമെൻമെൻറ്റിലൂടെ എന്താണ് വരുന്നത്? പണിഷ്മെൻറ്റ്സ് കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ നമ്മൾ വരുത്താൻ നോക്കണം? നമ്മൾ എന്തൊക്കെ മാറ്റങ്ങളാണ് ശ്രദ്ധിക്കണേ. മാറ്റങ്ങൾ വരുന്നുണ്ട്. ഓപ്പറേഷൻസിലെ പേഴ്സൺസിന്, സർട്ടിഫൈഡ് ആയ ആൾക്കാരെ മാത്രമേ ഓപ്പറേഷൻസിന് ഉപയോഗിക്കാവുള്ളൂ. അതിപ്പോൾ മിക്സിംഗ് ആയിക്കോട്ടെ, ഫില്ലിംഗ് ഓഫ് കെമിക്കൽസ് ആയിക്കോട്ടെ, അതുപോലെ കളർ പെലറ്റിൽ കൊടുക്കുന്നതിനും ആയിക്കോട്ടെ. ഓക്കെ, അതുപോലെ തന്നെ ഡ്രോൺസിനെ യൂസ് ചെയ്യണം സർവൈലൻസിന് വേണ്ടിയിട്ട്. നമ്മൾ ആദ്യം ഈ കോവിഡ് വന്ന സമയത്ത് നമ്മൾ പോലീസുകാരൊക്കെ ഡ്രോൺസിനെ ഇറക്കിയില്ല, ആരൊക്കെ കൂടി നിൽക്കുന്നത് കർഫ്യൂ സമയത്ത്, ലോക്ക്ഡൗൺ സമയത്ത്. അതുപോലെ ഇതിലൊക്കെ ഡ്രോൺസ് കൊണ്ടുവരട്ടെ, അതാ പറയുന്നത്. അപ്പോൾ ഐഡിയാസിന് ഇവിടെ നമുക്ക് പഞ്ഞമില്ല. വി ഹാവ് നോ സ്കേഴ്സിറ്റി ഓഫ് ഐഡിയാസിന് ഇല്ല. പക്ഷെ എന്താ വേണ്ടത്? അതോറിറ്റീസ് ഒന്ന് മര്യാദയ്ക്ക് ശ്രദ്ധിക്കേണ്ടത്. ബട്ട് വാട്ട് ഈസ് റിക്വയർഡ്? എന്താണ് വേണ്ടത്? അതോറിറ്റീസ് സെൻട്രൽ ഗവൺമെൻറ് ആയാലും സ്റ്റേറ്റ് ഗവൺമെൻറ്, 2 ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണ് ടു മേക്ക് ഷുവർ ദാറ്റ് ദേ മേക്ക് ഷുവർ ദ സേഫ്റ്റി പ്രോട്ടോകോൾ എൻഫോഴ്സ്മെന്റ് ക്ലിയർ ആക്കുക. സേഫ്റ്റി പ്രോട്ടോകോൾസ് കുറച്ച് കൊടുത്താൽ പോരെ. കോവിഡിൻ്റെ പ്രോട്ടോകോൾ ഇങ്ങനെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല, അത് പാലിക്കപ്പെടണം. എൻഫോഴ്സ്മെന്റ് ആണ് ഇമ്പോർട്ടൻസ് കേട്ടോ. അപ്പോൾ അത് പ്രാബല്യത്തിൽ വരിക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ് എന്നാണ് ഓദർ പറഞ്ഞു നിർത്തുന്നത്. ആൻഡ് ദാറ്റ് ഈസ്
ക്രിട്ടിക്കൽ ആസ് വെൽ ആസ് അനലിറ്റിക്കൽ. ക്രിട്ടിക്കലുമാണ് അനലിറ്റിക്കലുമായ ഒരു നോട്ടാണ് നമുക്ക് ഇവിടെ തരുന്നത്. അനലിറ്റിക്കലാണ് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷത്തെയും കാര്യങ്ങളും പോസിറ്റീവ് നെഗറ്റീവ് കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പ്ലസ് ക്രിട്ടിക്കലായിട്ട് ഒരു വാർണിംഗോടെ പറഞ്ഞു തന്നിട്ടാണ് വന്നേക്കുന്നത്. ഇറ്റ്സ് നോട്ട് ക്രിട്ടിക്കൽ, ഐ വുഡ് സേ ക്രിട്ടിക്കൽ എന്ന് പറയില്ല, നമുക്ക് വേണമെങ്കിൽ സജസ്റ്റീവ് എന്ന് പറയാം അല്ലേ, കുറച്ചൊരു സജസ്റ്റീവ് മോഡിൽ എന്ന് പറയാം. ക്രിട്ടിക്കൽ വേണ്ട, സജസ്റ്റീവ് മോഡാണ്. ക്രിട്ടിക്കലായിട്ട് പറയാൻ പറ്റില്ല, സജസ്റ്റീവ് മോഡിലോട്ടാണ് വരുന്നതെന്ന് പറയാം. ഓക്കെ, ഹിന്ദു ന്യൂസ് പേപ്പർ ആണ് ആദ്യം നമ്മൾ ചെയ്യുന്നത്, വേറെ ഒന്നും കൊണ്ടല്ല ഹിന്ദു ന്യൂസ് പേപ്പർ ചെയ്യുന്നത്. ഹിന്ദു ന്യൂസ് പേപ്പറിലെ ആർട്ടിക്കിൾസ് ആണ് കൂടുതലായിട്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിൽ വരുന്നത് കേട്ടോ. അത് തന്നെ, അതാണ് സിജി. ഇതൊരു മർഡർ തന്നെയാണ്, നമ്മുടെ അശ്രദ്ധ കൊണ്ട് വന്നതാണ്, അതിനാണ് ഓദർ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഓക്കെ, സെറ്റാണോ? ഒരു തംസപ്പെട്ടെ, നമുക്ക് നേരെ പോകാം. സ്പോട്ട് ദ ക്വസ്റ്റ്യൻ ഇന്നലത്തേത് നോക്കാം. EECI, the Election Commission of India, must take political parties into confidence and ensure an environment conducive for a fair election process that also limits public health risks. പറയൂ, ഇവിടുത്തെ എറർ പറഞ്ഞു. ഓക്കെ, പറഞ്ഞേ വേഗം ആൻസർ പറ, വേഗം പറയൂ. സമയം ഇതേ ഒരുപാട് വൈകി. നിങ്ങൾക്ക് 11 o'clock ക്ലാസ്സുള്ള കുട്ടികളല്ലേ, വേഗം പറഞ്ഞു, നമുക്ക് പെട്ടെന്ന് നിർത്താം. എന്നോട് കുറച്ച് പേര് പറഞ്ഞു ഇൻറ്റു കൺസിഡറേഷൻ എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ പാർട്ടീസിനെ കൺസിഡർ ചെയ്യണം എന്നുള്ള ഒരു യൂസേജ് ഇവിടെ ഇല്ല. അവരെ കോൺഫിഡൻസിലോട്ട് കൊണ്ടുവരിക, അവരെ ധൈര്യത്തിലോട്ട് കൊണ്ടുവരിക. ആൻഡ് എൻഷുർ എൻവയോൺമെന്റ് കൺഡ്യൂസീവ് കഴിഞ്ഞാൽ, കൺഡ്യൂസീവ് ഈസ് ആൻ അബ്ജക്റ്റീവ്. ഇന്നലെ ഞാൻ പറഞ്ഞു, അത് ക്ലാസ്സിൽ വെച്ച് തന്നെ ഞാൻ ഇന്നലെ പറഞ്ഞു, കൺഡ്യൂസീവിൻ്റെ കൂടെ 4 വരില്ല അല്ലേ. കൺഡ്യൂസീവിൻ്റെ കൂടെ എപ്പോഴും വരേണ്ടത് 2 ആണ്. മാറ്റം വരുത്തരുത് കേട്ടോ, ശ്രദ്ധിക്കണം. കൺഡ്യൂസീവ് 2. അല്ലല്ല തസ്ലീമ, ലിമിറ്റ് പോരാ, ലിമിറ്റ്സ് പറയാം. ലിമിറ്റ്സ് കറക്റ്റാ, ലിമിറ്റ്സിൽ തെറ്റില്ല കേട്ടോ. ലിമിറ്റ്സ് ഓൾസോ ലിമിറ്റ്സ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവിടെ ലിമിറ്റ് പോരെ എന്ന് പറഞ്ഞാൽ തെറ്റാ. പ്രോസസ് ദാറ്റ് ലിമിറ്റ്സ്. പ്രോസസ്സ് സിംഗുലർ അല്ലേ, ഈ പ്രോസസ്സിനെയാണ് ലിമിറ്റ് വേർബ് കൊടുത്തേക്കുന്നത്. ആ വേർബ് സിംഗുലർ ആയതുകൊണ്ട് ഇവിടെയും സിംഗുലർ വേർബ് കൊടുക്കണം കേട്ടോ തസ്ലിമ. ശരിക്കും ഇവിടെ അതെ, ഇന്നലത്തെ ആർട്ടിക്കിൾ ഞാനിത് റിപ്പീറ്റ് ചെയ്തിരുന്നു. ഓക്കെ, മൂവിങ് ഓൺ. ഓക്കെ, അടുത്ത് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, ഇന്നത്തെ ക്വസ്റ്റ്യൻ ആണ്. The need to test other vaccines as an additional dose in adults are overwhelming. The need to test other vaccines as an additional dose in adults are overwhelming. ഇതിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക, എന്നിട്ടൊന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് ആൻസർ എനിക്ക് കോമന്റ് സെക്ഷനിൽ തരണം കേട്ടോ. നൗഫൽ, എനിക്കറിയാം, ഞാനിപ്പോൾ എനിക്ക് 27-ാം തീയതി മുതലുള്ള ടെലിഗ്രാം മെസ്സേജ് പയ്യെ നോക്കി പോരുവാണ്. ഞാൻ ഒരാഴ്ചയായിട്ട് ഇവിടെ ഇല്ലായിരുന്നു, ഞാൻ ട്രാവലിംഗ് ആണ്, നിനക്ക് നന്നായിട്ട് അറിയാലോ. അതുകൊണ്ടാണ് ഞാൻ ടെലിഗ്രാമിന് മെസ്സേജ് നോക്കാത്ത കേട്ടോ. ഞാൻ തരാം 2 ദിവസത്തിനുള്ളിൽ. ഞാൻ ഇന്നും നാളെയും കൂടി ഇരുന്ന് ഞാൻ എല്ലാവരുടെയും ഒന്ന് കവർ ചെയ്യാം. 2 ദിവസത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് എസ്സേസ് അയച്ചു തന്നിട്ടുണ്ട്, പ്രേസിയൊക്കെ അയച്ചു തന്നിട്ടുണ്ട് കറക്ഷന് വേണ്ടിയിട്ട്. അപ്പോൾ ഐ എം റിയലി ബിസി. പുതിയ ഗ്രൂപ്പ് വന്നു, അവരെ ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്യുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. There are so many things on my plate right now. So please, okay, ഞാൻ ചെയ്തു തരാം കേട്ടോ. ഓക്കെ, മൂവിങ് ഓൺ. താങ്ക് യു സോ മച്ച്. സ്ക്രീൻഷോട്ട് എടുത്തെന്ന് വിശ്വസിക്കുകയാണ്. ലൈവിൽ വന്ന എല്ലാവർക്കും താങ്ക് യു. ഗ്രേറ്റ് പാർട്ടിസിപ്പേഷൻ ആയിരുന്നു, നന്നായി, അടിപൊളി. ഇനി നമുക്ക് സെറ്റാക്കാം. അപ്പോൾ നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ID ഇതാണ്. കേരള PSC ഷോർട്ട് സെലക്ഷൻ എന്നാണ് നമ്മുടെ കേരള അഡറ്റ് 24/7 കേരള അഡറ്റ് 24/7 ടെലിഗ്രാം ചാനലിൻ്റെ പേര്. അപ്പോൾ ജോയിൻ ചെയ്യുക എല്ലാവരും. PDF ആയിട്ട് ഞാൻ അയച്ചു തരും എല്ലാ ദിവസവും. താങ്ക് യു സോ മച്ച്. റെക്കോർഡ് വീഡിയോ കാണുന്നവർക്കും സ്റ്റേ ഇൻ ടച്ച്. വീണ്ടും കാണാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ് പോസ്റ്റ് ചെയ്യുക. സജഷൻസ് ഉണ്ടെങ്കിൽ, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. യു ആർ ഓൾവേസ് വെൽക്കം. ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, അങ്ങനെ മറ്റുള്ള ആസ്പിറൻസിലോട്ടൊക്കെ എത്തിക്കാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ. അതുപോലെ അഡറ്റ് 24/7 ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഡൗൺലോഡ് ചെയ്യുക. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ, ഫ്രീ ആയിട്ടുള്ള ക്വിസസ് ഒക്കെ അവൈലബിൾ ആണ്. പ്രാക്ടീസ്. അപ്പോൾ കോഴ്സൊക്കെ പർച്ചേസ് ചെയ്യുമ്പോഴേ കോയിൻസ് കിട്ടും നിങ്ങൾക്ക്. നമ്മൾ എത്രത്തോളം നിങ്ങൾ ക്വിസസ് അറ്റൻഡ് ചെയ്യുന്നു, കോയിൻസ് കിട്ടും. അതനുസരിച്ച് നിങ്ങൾക്ക് റിഡീം ചെയ്തെടുക്കാം, പൈസ കുറച്ച് കിട്ടും. സോ ദാറ്റ്സ് ഇറ്റ്. ടേക്ക് കെയർ എവരിവൺ. അപ്പോൾ സ്റ്റേ സേഫ് മറക്കണ്ട. സ്റ്റേ സേഫ് ആൻഡ് സൗണ്ട്. കാണാം വീണ്ടും. ഹാവ് എ ഗ്രേറ്റ് ഡേ. എൻജോയ്. ബൈ.